പി മുഹമ്മദ് നസീർ സാഹിബ് സ്വാഗത ഭാഷണം നടത്തിയ MMCTയുടെ സെക്രട്ടറി MM റഷീദ് സാഹിബ്, പ്രാർത്ഥന നിർവഹിച്ച ആരൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് ഇമാം അഹമ്മദ് കുട്ടി ഫൈലി അവറുകളെ, ആശംസാ പ്രസംഗങ്ങൾ അറിയിച്ച് സംസാരിച്ച പ്രിയപ്പെട്ട FM ഫാറൂഖ് ഹാജി സാഹിബ്, AS മുഹമ്മദ് സാഹിബ്, KM മുഹമ്മദ് ഹാജി മിഹാദ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, നാളെയുടെ വലിയ പ്രത്യാശയായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ ബൃഹത്തായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ MMCTയുടെ, ഞാൻ ചുരുക്കി പറയാണ്, MMCTയുടെ 20ാമത്തെ ആനുവൽ മീറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബസംഗമം സാധാരണ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം, കുറേ ആളുകൾക്ക് അനുമോദനം, പിന്നെ ഇതേപോലെ ഏതെങ്കിലും ഒരാളുടെ ക്ലാസ്, ഇങ്ങനെയൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അങ്ങനെ 1000-ഓളം അല്ലെങ്കിൽ ചിലപ്പോൾ അതിലേറെ ഇത്തരം സംഗമങ്ങളിൽ സംഗമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നീണ്ട 20 വർഷത്തിൻ്റെ ഒരു ജൈത്രയാത്ര ഇവിടെ അവതരിപ്പിച്ചു. ആ ജൈത്രയാത്രയുടെ സുന്ദരമായ ചില സ്റ്റെപ്പുകൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചു. ചെയ്തു വെച്ചത്, ചെയ്യാനിരിക്കുന്നത്, മുമ്പേ നടന്നുപോയവർ, പ്രാർത്ഥനാപൂർവം അത് സ്മരിക്കുന്ന ഒരു കുടുംബസംഗമം. കുടുംബസംഗമത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇത് കുടുംബങ്ങൾ പരസ്പരം ബന്ധങ്ങൾ പുനഃസൃഷ്ടിക്കേണ്ടുന്ന, പാരസ്പര്യം തീർക്കേണ്ടുന്ന ഒരു സദസ്സ് കൂടിയാണ്. അതൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാകുമായിരിക്കും. അതുവരേക്കും അല്പസമയം സംസാരിക്കുക എന്നതാണ് എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഫാറൂഖ് സാഹിബ്, നിങ്ങളുടെ മുഖ്യ രക്ഷാധികാരി, അദ്ദേഹമാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. പിന്നെ എനിക്ക് പരിചിതമായ കുറേ മുഖങ്ങൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി സാബ്, അദ്ദേഹത്തിൻ്റെ മകൻ ആഷിഖ്, അതേപോലെ തന്നെ മറ്റു കുറേ ആളുകൾ. കുടുംബം ഇങ്ങനെ കൂടുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ അതും നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്നെ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു വിശദീകരണത്തിന് ക്ഷണിച്ചത് ഒരു പക്ഷേ കുടുംബത്തിൻ്റെ ഒരു സ്നേഹബന്ധത്തെ വീണ്ടും ഒന്ന് ഉണർത്തുപാട്ടായി കൊണ്ടുവരാനായിരിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് കുടുംബത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ കുടുംബത്തിനുണ്ട്. പിതാമഹൻ, ഇപ്പം 7 തലമുറയാണ് നിങ്ങൾ കടന്നു പോയത് എന്നാണ് എനിക്കിവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പം 7ാം തലമുറയിൽ ഉള്ള ഒരു ഉപ്പാപ്പ മുതൽ, ഒരു ഉമ്മാമ മുതൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രാഞ്ചസായി വരുന്ന, പിന്നീട് സബ് ബ്രാഞ്ചസായി വരുന്ന, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു ചെറിയ ചർച്ചയാണ് നമുക്ക് വെക്കാനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പരിമിതമായ സംഭവം ഒന്ന് ഞാൻ പറഞ്ഞു, കുടുംബത്തിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയോ ചിന്തകൾ മാറി, അത്രമാത്രമൊക്കെ കുടുംബത്തെ മാനിക്കേണ്ടതുണ്ടോ എന്ന ചിന്തകൾ ഈ കുടുംബത്തിലെന്നല്ല, പുറത്തുനിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഈ കുടുംബത്തിൽ അതുണ്ടാകില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏറ്റവും പ്രധാനമായ കാര്യം, എന്തുകൊണ്ട് സ്ട്രക്ചർ നഷ്ടപ്പെടുന്നു? നമ്മുടെ ഐഡിയോളജി, അതിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു എന്നതാണ്. ഏറ്റവും വലിയ ഐഡിയോളജി ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതാണ്, ഈമാനികമായ ജീവിതമാണ്. നമുക്ക് 2 ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനി 2 ലോകങ്ങൾ വരാനുണ്ട്. അതിൻ്റെ നടുക്കുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായി 2 ലോകം കഴിഞ്ഞു പോയത്? ഒന്ന് ആത്മാവിൻ്റെ ഒരു ലോകമാണ്. ആലമുൽ അർവാഹ് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിളിക്കുന്നത്. ആ റൂഹുകളുടെ ലോകത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ചോദിച്ച ചോദ്യം അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബല എന്നാണ്. ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് അവരോട് ചോദിച്ച സന്ദർഭം, ഖാലൂ, അവർ പറഞ്ഞു, ബല ഷഹിദിന,
അതെ, നീ തന്നെയാണ്, ഞങ്ങളതിന് സാക്ഷി നിൽക്കുന്നു എന്ന് എല്ലാ റൂഹുകളും ഒരുമിച്ച് കൂടി പറഞ്ഞ ആലമുൽ അർവാഹിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ജനതയുടെയും റൂഹുകൾ ഉണ്ടായിരുന്നു. റൂഹുകൾക്ക് പ്രത്യേകമായ പ്രായങ്ങളില്ല, ശരീരത്തിനാണ് പ്രായങ്ങളുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിനി ജനിക്കാനിരിക്കുന്ന, ഈ കുടുംബത്തിൽ ജനിക്കാനിരിക്കുന്ന പേരക്കിടാവിൻ്റെ റൂഹ് ഇപ്പോഴും ആലമുൽ അർവാഹിലുണ്ട്. പക്ഷെ അത് സന്ദർഭത്തിനനുസരിച്ചാണ് ഇങ്ങോട്ട് വരിക എന്ന് മാത്രം. ആ വരുന്ന ഇടത്തിന്റെ പേരാണ് ആലമുൽ അർഹാം, മാതാവിന്റെ ഗർഭാശയം. അവിടെ ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞെടുത്ത് രണ്ടാമത് പറയുന്നത് ആലമുൽ അർഹാം എന്നാണ്, അഥവാ മാതാവിന്റെ റഹ്മിന്റെ ലോകം എന്നാണ്. കാരുണ്യത്തിന്റെ ലോകം, കരുണാവാരിധിയുടെ ലോകം. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്ത, കാതുണ്ടായിട്ടും കേൾക്കാൻ പറ്റാത്ത, നാക്കുണ്ടായിട്ടും സംസാരിക്കാൻ പറ്റാത്ത, കാലുണ്ടായിട്ടും നടക്കാൻ പറ്റാത്ത, കൈയുണ്ടായിട്ടും പിടിക്കാൻ പറ്റാത്ത ഏകദേശം 10 മാസത്തെ ലോകം. ആ ലോകമാണ് രണ്ടാമത് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഈ ഒരു ലോകമാണ്. ഇതിന് ആലമുൽ അസ്ബാബ് എന്നും ആലമുൽ ദുനിയ എന്നും ആലമുൽ ഇംതിഹാൻ എന്നൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. ആലമുൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങളുടെ ലോകം. ഇവിടെ ദാഹം മാറണമെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും, ഇവിടെ വിശപ്പ് മാറണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വരും, ഇവിടെ ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ കാണാൻ കണ്ണട ഉപയോഗിക്കേണ്ടി വരും, അസുഖങ്ങൾ വന്നാൽ ഒരു പക്ഷേ സബബായിട്ട് നമുക്ക് ഗുളികകൾ കഴിക്കേണ്ടി വരും. ഇങ്ങനെ സബബിൻ്റെ ലോകമായിട്ടാണ് അള്ളാഹു ഇതിനെ വെച്ചിട്ടുള്ളത്. സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ എക്സാമുകൾ എഴുതേണ്ടി വരും, മനുഷ്യന് വലിയ ഉന്നതിയിലേക്ക് എത്താൻ ഒരുപാട് പഠിക്കേണ്ടി വരും. ഇങ്ങനെ കാര്യകാരണങ്ങളുടെ ലോകമായിട്ടാണ് ഈ ലോകത്തെ വെച്ചിട്ടുള്ളത്. ഇതിന് ആലമുൽ ഇംതിഹാൻ എന്നൊരു പേരുണ്ട്. ആലമുൽ ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൻ്റെ ലോകം, പരീക്ഷ, അതാണ് ഇംതിഹാൻ, പരീക്ഷയുടെ ലോകമാണ്. ആലമുൽ ദുനിയ, ദുനിയാവിൻ്റെ ലോകം. ഇനി നമുക്കൊരു ഇൻ്റർവെല്ലിൻ്റെ ലോകമുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ റൂഹ് നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്നത് ഒരു ഇൻ്റർവെല്ലാണ്, ആലമുൽ ബർസഖ്, ബർസഖിയായ ലോകം, അഥവാ ഖബറിലുള്ള കുറഞ്ഞ കാലത്തെ ലോകം, ചിലപ്പോൾ ഡ്യൂറേഷൻ നീണ്ടുപോകുന്ന കാലം. പിന്നീട് ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് മശ്റബൻ സഭയിൽ ഒരുമിച്ച് കൂട്ടി ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ പ്രവേശിക്കുന്ന ആലമുൽ ആഖിറ, ആഖിറത്തിന്റെ ലോകം. ഇങ്ങനെ 5 വിധാനങ്ങളെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലിപ്പോൾ മധ്യത്തിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളുണ്ട്, ഇവിടെ നമുക്ക് ശരീരത്തിൻ്റെ സംശയങ്ങളുണ്ട്, ഹൃദയത്തിൻ്റെ സന്ദേഹങ്ങളുണ്ട്, ആത്മാവിൻ്റെ ബലമുണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊരു സിറുണ്ട്. അതിപ്പോൾ ഇവിടെ പറഞ്ഞാൽ അത്രമാത്രം ചിലപ്പോൾ ഉസ്താദുമാർക്കൊക്കെ കൃത്യമായിട്ടത് പറയാനറിയാം, ബാക്കിയുള്ളവർക്ക് കൺഫ്യൂഷൻ വരുമെന്ന് വിചാരിച്ച് അസ്രാറുകളെ കുറിച്ച് അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ജിസ്മ്, കൽബ്, റൂഹ് എന്നാണ് പറയുക. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. റൂഹുകളുടെ ലോകത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെ ബന്ധുക്കളാകണം, ആരൊക്കെ മിത്രങ്ങളാകണം, ആരൊക്കെ കുടുംബക്കാരാകണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ആത്മാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ആത്മാവുകളെല്ലാം ഇപ്പോൾ കിടക്കുന്നത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു ശവകുടീരത്തിലാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഖബറിലാണ്. നമ്മുടെ ശരീരത്തിനൊരു ഖബറായിട്ടാണ് അദ്ദേഹം ഫിലോസഫിക്കലി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഖബറിൽ നിന്ന് എന്നാണോ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ പേരാണ് സത്യത്തിൽ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിൻ്റെ ഒരു ഇച്ഛയുണ്ടാകും. ശരീരത്തിന് ഒരു ഇച്ഛയല്ല, ഒരുപാട് ഇച്ഛകൾ ഉണ്ടാകും. ആ ഒരുപാട് ഇച്ഛകൾ നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടലിലേക്ക്, തുരുത്തിലേക്ക്, വേണ്ടാധീനതയിലേക്ക് ഇങ്ങനെ നമ്മളെ ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് കൽബുണ്ട്, ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നടുക്കും ശരീരത്തിൻ്റെ നടുക്കുമുള്ള ഒരു സംഭവമാണ്. ഹൃദയത്തെ കൽബ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. കൽബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇൻകലബ എൻകലിബു ഇൻകുലാബുൻ ഫഹുവ മുൻകലിബ്, അല്ലേ? പൈസിമാർ അവരവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇൻകലബ എൻകലിബു ഇൻകുലാബുൻ ഫഹുവ മുൻകലിബാണ്. ഇൻകുലാബ് അത് ഇതിൽ വ്യത്യസ്തമായ പാർട്ടിക്കാരുണ്ടാകും. അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ സ്ലോഗൻ മാത്രമല്ല. ഇൻകുലാബ് എന്ന വാക്ക് വന്നിട്ടുള്ളത് കൽബ് എന്ന വാക്കിൽ നിന്നാണ്. ഇൻകലബ എന്നതാണ്. അപ്പൊ കൽബ് എന്ന് പറഞ്ഞാൽ ചാഞ്ചാട്ടമുണ്ടാവുക അല്ലെങ്കിൽ മാറിമറിയുക എന്നതാണ്. വിപ്ലവം എന്ന് അതിന് ചുരുക്കത്തിൽ പേര് കൊടുക്കാം.
അപ്പൊ ഇൻകലബ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്നാണ്. ഒരു പക്ഷേ രാവിലെ ഇങ്ങനെയാകാം, രാത്രിയിൽ അങ്ങനെയാകാം. ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും മാറിമറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചാഞ്ചാടാം. അതിൽ നിന്ന് പിന്നീട് അപ്പുറത്തേക്ക് മാറിയാൽ റൂഹിന്റെ ലോകമാണ്, കൃത്യമായി ആത്മാവിന്റെ ലോകമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 3 ആത്മാവുകളെ കുറിച്ച് പറയുന്നുണ്ട്. 3 ആത്മാവുകൾ. നഫ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് ആ ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തെയും ആത്മാവും ചേർന്ന ആ നമ്മുടെ നഫ്സിനെ നമുക്ക് വിളിക്കാം. 3 എണ്ണമാണ്. അതിലൊന്ന് നഫ്സുൽ അമ്മാറ, മറ്റൊന്ന് നഫ്സുൽ ലവ്വാമ, പിന്നൊന്ന് നഫ്സുൽ മുത്മഇന്ന. ഇങ്ങനെയാണ്. അഥവാ തെറ്റിലേക്ക് നമ്മളെ വലിച്ചു ചേർക്കുന്ന നമ്മുടെ ആത്മാവുണ്ട്. ആ തെറ്റിലേക്ക് ഇങ്ങനെ വലിച്ചു ചേർക്കുന്ന ആത്മാവാണ് നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത്. ഇന്ന നഫ്സുൽ അമ്മാറത്തും ബിസൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ നമ്മളെ തെറ്റിലേക്ക് ഇങ്ങനെ വലിച്ചു ചേർക്കും. അപ്പൊ കുടുംബത്തിൽ നമ്മുടെ അമ്മാറയുടെ നഫ്സാണ് കൂടുതലുള്ളതെങ്കിൽ നമുക്ക് ഈഗോ കുറച്ച് കൂടും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും മാർക്ക് കുറച്ച് സമ്പത്ത് കൂടുമ്പോൾ ആ മനുഷ്യനോട് അസൂയ കൂടിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ നഫ്സിന്റെ ഒരവസ്ഥ അതാണ്, ഒരു തരം തെറ്റിലേക്ക് വലിച്ചു ചേർക്കും. നമുക്ക് ചിലപ്പോൾ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു നന്മ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അയാളൊരു അസൂയ തോന്നും. ഇങ്ങനെ നഫ്സുൽ അമ്മാറ പലപ്പോഴും നമ്മളെ ഇങ്ങനെ മോശമായ ചിന്തയിലേക്ക്, ഉൾവലിയലിലേക്ക് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നഫ്സുൽ ലവ്വാമ രണ്ടും കൂടിയതാണ്. ഒരു യഥാർത്ഥ മുഅ്മിന്റെ അവസ്ഥ അവിടെയാണ്. ഒന്ന് മുസ്ലിം എന്ന അവസ്ഥയാണ്, മറ്റൊന്ന് മുഅ്മിൻ എന്ന അവസ്ഥയാണ്. മുഅ്മിനാകുമ്പോൾ അവന് തെറ്റുകൾ വരാം, പശ്ചാത്തപിക്കാം, ശരിയും ചെയ്യും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. അതാണ് ഖൽബ്. റൂഹിലേക്ക് കടക്കുമ്പോൾ, ആത്മാവിന്റെ പരിപ്രേക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നഫ്സുൽ അമ്മാറയെ, നഫ്സുൽ ലവ്വാമയെ സ്വർഗത്തിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്നാണ്. അഥവാ ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്ത ആളുകൾ, ആ സ്ഫുടം ചെയ്തെടുത്ത ആളുകൾ അത് ഈമാനികമാണ്, ഇഹ്സാനിയാണ്. ആ ഒരു ലെവലിലേക്ക് എത്തിയ ആളുകളാണ് വിജയിച്ചവരെന്ന് പറയുന്നു. ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അസൂയകൾ വിഭാടനം ചെയ്യപ്പെടുന്നു. ആളുകളുള്ള പരദൂഷണവും കുറ്റപ്പെടുത്തലും ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ആത്മാവ് സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ കുടുംബത്തെ ഒന്നായി കാണാനുള്ള ഒരു തൃക്കണ്ണ് നമുക്കുണ്ടാകുന്നു. കുടുംബ സംഗമത്തിന് വിളിക്കുമ്പോൾ അത് നിങ്ങളുടെ കുടുംബമല്ലേ, ഞാൻ എന്തിനു വരണം എന്ന് പറയുന്ന ഭാര്യമാരുടെ എണ്ണം കുറയുന്നു. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് കുടുംബ സംഗമത്തിൽ ഒന്നായി ചേർന്നിട്ട് അവർ ഒന്നിച്ചിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ് പ്രിയപ്പെട്ട ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഘടനയിലാണ്, ഏത് ഘട്ടത്തിലാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. ഏത് ഭാഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഇവിടുത്തെ വിശിഷ്ടമാക്കപ്പെട്ട ഒരു അവസ്ഥ കണ്ടപ്പോൾ നിങ്ങളുടെ യൂണിറ്റി, നിങ്ങളുടെ യൂണിഫോമിറ്റി, നിങ്ങളുടെ ഈ യുനാനിമിറ്റി, ഇത് 3ഉം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു ഐക്യമുണ്ട്, ഒരു ഐക്യമായ ഒരു രൂപതയുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലമായ ഒരു യുനാനിമസ് മൈൻഡുമുണ്ട്. ഇങ്ങനെ 3ഉം ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടതാണ്. യൂണിറ്റി ഉണ്ടാകണം, യൂണിഫോമിറ്റി ഉണ്ടാകണം, യുനാനിമിറ്റിയും ഉണ്ടാകണം. ഈ 3ഉം ഒരുമിച്ചുണ്ടാകുമ്പോൾ ആ മനുഷ്യൻ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് എത്തും. അപ്പൊ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിമനോഹരമായ ഒരു ട്രസ്റ്റാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ വിദ്യാഭ്യാസമുണ്ട്, അതിൻ്റെ സഹായങ്ങളുണ്ട്, രോഗികൾ ആ രോഗികളെ സഹായിക്കുന്നതുണ്ട്, മക്കൾക്ക് ഉയർന്നു പോകാനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഈ സക്കാത്തും സദക്കയും ദൈനും ഒക്കെ ഇവിടെ പറയുമ്പോൾ അതൊക്കെ ഇത്രമാത്രം പറയേണ്ടതുണ്ടോ, അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നും. ഒരു പ്രചോദനത്തിന് വേണ്ടി എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അല്ലാതെ നമ്മളെ ചെയ്തതൊക്കെ കാണിപ്പിക്കാൻ എന്നുള്ള ആ നിയ്യത്തിന് പകരം നമ്മളിത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന നിയ്യത്താണ് വെക്കേണ്ടത്. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാനൊരു ചെറിയ വീട് വെച്ചു എന്ന്. അന്ന് ഓല കൊണ്ടാണ് വീട്, ഈത്തപ്പനയുടെ ഓല കൊണ്ടാണ്. ആ സമയത്ത് വീടിന് ജനവാതിലുണ്ടോ എന്ന് ചോദിച്ചു. അതെ, 2 ജനവാതിലുണ്ട്. ഇതുപോലെയുള്ള ജനവാതിൽ, ഇത്ര മഹത്തമാകില്ല, ഓല തടുക്ക് കൊണ്ടാണ്. അപ്പൊ ചോദിച്ചു, നീ ആ ഓലത്തടുക്ക് കൊണ്ടുള്ള ജനവാതിൽ വെച്ച സമയത്ത് എന്താണ് നിയ്യത്ത് വെച്ചത്? അപ്പോ സഹാബി നമ്മളൊക്കെ പറയുന്നത് പോലെ മറുപടി പറഞ്ഞു, കാറ്റും വെളിച്ചവും വരാനാണ് ഞാനത് വെച്ചത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നീ അത് ബിലാലിന്റെ ശബ്ദം കേൾക്കാനാണ് എന്ന് നിയ്യത്ത് വെച്ചിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലവും നിനക്ക് കിട്ടുമായിരുന്നു, കാറ്റും വെളിച്ചവും നിനക്ക് കിട്ടുമായിരുന്നു. അഥവാ ബിലാൽ എന്ന് പറഞ്ഞ അന്നത്തെ അതിനാണ് മസ്ജിദുൻ നബവിയിൽ നിന്ന് ബാങ്കൊലികൾ മുഴങ്ങുന്ന സമയത്ത് അത് കേൾക്കാനാണ് ഞാൻ എൻ്റെ ജനവാതിൽ വെച്ചിട്ടുള്ളത് എന്ന് നിയ്യത്ത് വെച്ചിരുന്നുവെങ്കിൽ നിനക്ക് അതിന്റെ പ്രതിഫലവും കിട്ടുമായിരുന്നു, നീ നിയ്യത്ത് വെച്ച വെയിലും വെളിച്ചവും കിട്ടുമായിരുന്നു. ഇതുപോലെ നമ്മൾ ഒരു കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ നിയ്യത്തുകൾ വളരെ ശ്രദ്ധിക്കണം. ആ നിയ്യത്തിൽ ഒരിക്കലും നമുക്ക് അഹങ്കാരം ഉണ്ടാകരുത്, അഹംഭാവം ഉണ്ടാകരുത്. നമ്മളെപ്പോഴും ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അൽ ഇഖ്ലാസു സിർറുൻ ബൈനല്ലാഹി വബൈനൽ അബ്ദി ലാ യഅലമുഹു മലക്കുൻ ഫയക്തുബുഹു വലാ ശൈത്താനുൻ ഫയുളില്ലുഹു വലാ ഹവ ഫയഫ്സുദുഹു എന്നാണ്. അതിന്റെ താരീഫ് അങ്ങനെയാണ്. ആ അതീവ രഹസ്യമായ സാധനം അൽ ഇഖ്ലാസു സിർറുൻ ബൈനല്ലാഹി വബൈനൽ അബ്ദ്, മനുഷ്യർക്കും അഥവാ അടിമക്കും അല്ലാഹുവിനും ഇടയ്ക്കുള്ള അതീവ രഹസ്യത്തിന്റെ പേരാണ് ഇഖ്ലാസ്. ലാ യഅലമുഹു മലക്കുൻ, അതൊരു മലക്കിനും അറിയുകയില്ല. അഥവാ എഴുതി വെക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ ഉണ്ടല്ലോ, റഖീബ് അതീദ് അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെയുള്ള ആളുകൾക്ക് പോലും അത് ചെയ്തു എന്നറിയാമെന്നതല്ലാതെ ഒരിക്കലും എന്തറിയില്ല, അത് എത്ര ഇഖ്ലാസിലാണ് ചെയ്തത് എന്നറിയില്ല. ഇഖ്ലാസ് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതിന്റെ പ്രതിഫലം അവന്റെ കയ്യിൽ മാത്രമാണ്. പ്രതിഫലം എത്രയാണെന്ന് കണക്കാക്കാതെ അത് ചെയ്തു എന്ന് എഴുതി വെക്കലാണ് സൃഷ്ടികളായിട്ടുള്ള മലക്കുകളുടെ ഉത്തരവാദിത്വം. അപ്പോ ലാ യഅലമുഹു മലക്കുൻ ഫയക്തുബുഹു, അവരത് എഴുതുമായിരുന്നു, അഥവാ അറിയുമായിരുന്നെങ്കിൽ അത് എഴുതി വെക്കുമായിരുന്നു. ഇത്ര ഇഖ്ലാസോട് കൂടിയിട്ടാ ചെയ്തതെന്ന് എഴുതി വെക്കുമായിരുന്നു. വലാ ശൈത്താനും, ശൈത്താൻ അതറിയില്ല, വഴി പിഴപ്പിക്കാൻ അറിയാം. പക്ഷെ എത്രമാത്രം ഡെപ്തിലുള്ള ഇഖ്ലാസോട് കൂടിയിട്ടാണ്, ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് ശൈത്താന് പോലും അറിയില്ല. വലാ ശൈത്താനൻ ഫയുളില്ലുഹു, അഥവാ അവൻ അറിയുമായിരുന്നെങ്കിൽ അതിനെ വഴിപിഴപ്പിക്കുമായിരുന്നു. വലാ ഹവാ, സ്വന്തം ദേഹത്തിന് പോലും അറിയില്ല, സ്വന്തം ദേഹേച്ഛക്ക് പോലും അറിയില്ല, സ്വന്തം ശരീരത്തിന് പോലും അറിയില്ല എത്രത്തോളം ഇഖ്ലാസിലാ ചെയ്തത് എന്ന്. ചെയ്തിരുന്നുവെങ്കിൽ വലാ ഹവാ ഫയഫ്സുദുഹു, ആ ശരീരം തന്നെ അതിനെ ഫസാദാക്കി കളയുകയും ചെയ്യും. അപ്പൊ അത്രമാത്രം ആത്മാർത്ഥതയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ആത്മാർത്ഥതയോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇവിടെ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, നാളെയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇഖ്ലാസോട് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് സംഭാവന കൊടുക്കുമെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ നിയ്യത്ത് വെക്കണം. ഇന്നത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും, ഇന്നത് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്കണം. കാരണം നീ കൊടുക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആദ്യം കുടുംബക്കാരാണ്, എന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഏറ്റവും അഖ്റബീൻ, ഏറ്റവും അടുത്ത ആൾക്കാരാരാന്നറിയോ? അത് നമ്മുടെ കുടുംബക്കാരാണ്. അപ്പൊ കുടുംബക്കാർക്ക് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പിരിവിനെ പറ്റി പറയല്ല, ഞാൻ അതിനു വേണ്ടി പ്രസംഗിക്കലേ ഇല്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് നിയ്യത്ത് വെക്കണം, ഈ ട്രസ്റ്റിന് വേണ്ടി ഒരുപാട് നമ്മൾ ചെയ്യണമെന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത മഹല്ലാണ് കുറുമ്പത്തൂർ മഹല്ല്. ഞങ്ങളുടെ മഹല്ല് സയ്യിദ് പിന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ ദർസോദി പഠിച്ച മഹല്ലാണ് ഞങ്ങളുടെ മഹല്ല്. അവിടെയായിരുന്നു അദ്ദേഹം ദർസോദി പഠിച്ചത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ മഹല്ലാണ് കുറുമ്പത്തൂർ മഹല്ല്. അവിടെ വലിയൊരു പള്ളി കയറ്റാണ്. ആ പള്ളി കയറ്റുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ്, സയ്യിദ് അലി ഹാജി എന്ന് പറയും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ തരട്ടെ. അപ്പൊ അവർക്കൊരു നിബന്ധനയുണ്ട്, ആ മഹല്ലിലുള്ള ആളുകൾ മാത്രം എടുത്തിട്ട് ആ പള്ളി കയറ്റിയാൽ മതി എന്ന്. അതുകൊണ്ടൊരു കർക്കശമായ നിബന്ധനയായതുകൊണ്ട് എന്നോട് പറഞ്ഞു, വേറെ ഒരു മഹല്ലുകാരിൽ നിന്നൊരു പൈസയും വാങ്ങിക്കുന്നില്ല, അങ്ങനെ വാങ്ങിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മഹല്ല് തന്നെ പൂർണ്ണമായിട്ടും ഏകദേശം 4 കോടി 5 കോടിയൊക്കെ വില വരുന്ന ഒരു വലിയ പള്ളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കും, കുറുമ്പത്തൂർ പ്രദേശത്തുകാർക്ക് മാത്രം എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം വലിയൊരു മറുപടിയാ പറഞ്ഞത്. എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഉലച്ച ഒരു മറുപടിയായിരുന്നു. അദ്ദേഹം ഒറ്റ മറുപടി ഇതേ ഉള്ളൂ. ഒരു നാടൻ മനുഷ്യനാണ്, ഒരു വ്യാപാരിയാണ്. അദ്ദേഹം പറഞ്ഞത്, അതിന് ഞങ്ങളുടെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇവിടെ എന്നതാണ്, ഞങ്ങളുടെ സ്ത്രീകളുണ്ടല്ലോ ഇവിടെ എന്നതാണ്. ആ സ്ത്രീകളുണ്ടല്ലോ എന്ന മറുപടിയിലെല്ലാം ഉണ്ട്. നാളെ രാവിലെ വന്നിട്ട് അഥവാ ളുഹറിന്റെ സമയത്ത് നിസ്കാരത്തിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കവേ അതിൻ്റെ തലേ ദിവസം സ്ത്രീകൾക്ക് മൊത്തത്തിൽ പള്ളി കാണാനുള്ള ഒരു അനുവാദം കൊടുക്കുകയുണ്ടായി മഹല്ല്. എൻ്റെ വേണ്ടപ്പെട്ട കുടുംബക്കാർ പറയാണ്, ഓരോ സ്ത്രീകളും ഇങ്ങനെ തൂണിലും അവിടുത്തെ മതിലിലുമൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ ചെയിനുണ്ട് ഇവിടെ ഏതോ മതിൽക്കെട്ടിൽ, എൻ്റെ കമ്മലുണ്ട് ഇവിടെ ഏതോ മതിൽക്കെട്ടിൽ, എൻ്റെ സമ്പത്തുണ്ട് ഇവിടെ ഏതോ ചുമരുകളിൽ. നാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ മയ്യത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ പോലും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിന് ഒരു തോന്നലുണ്ടാകട്ടെ, അള്ളാഹു അങ്ങനെ തീരുമാനിക്കട്ടെ എന്ന അർത്ഥത്തിലാണ്
സത്യത്തിൽ അവരവിടെ പോയി തൊടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും കൊടുക്കുന്നവർ കൊടുക്കട്ടെ എന്നല്ല, എല്ലാവരും കൊടുക്കട്ടെ എന്ന്. ഇന്ത്യയിൽ ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് അന്നത്തെ ഏറ്റവും വലിയൊരു ആലിമിന്റെ പ്രഭാഷണമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പള്ളിക്ക് ആവശ്യം പണക്കാരുടെ സമയവും പാവപ്പെട്ടവരുടെ സമ്പത്തുമാണ്. നേരെ തിരിച്ചല്ലേ പറയേണ്ടത്? പാവപ്പെട്ടവരുടെ സമയവും സമ്പത്തുള്ളവരുടെ സമ്പത്തും എന്നാണ് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ പള്ളിക്ക് വേണ്ടത് പാവപ്പെട്ടവരുടെ സമ്പത്തും പണക്കാരുടെ സമയവുമാണ്. കാരണം പണക്കാർക്ക് സമയം തരൽ കുറച്ച് പ്രയാസമായിരിക്കും, പൈസ തരൽ വലിയ എളുപ്പമാണ്. പാവപ്പെട്ടവർക്ക് സമയം തരൽ കുറച്ച് എളുപ്പമായിരിക്കും, പക്ഷെ അവർക്ക് സമ്പത്ത് തരൽ കുറച്ച് പ്രയാസമാണ്. അവർ നേരെ തിരിച്ചാ പറഞ്ഞത്. അഥവാ പാവപ്പെട്ട ഒരു മനുഷ്യൻ 1000 രൂപ കൊടുക്കുമ്പോഴും ഒരു വല്ലാത്ത വേദനയോട് കൂടിയിട്ടായിരിക്കും ആ കൊടുക്കലുണ്ടാവുക. അതിനത്രമാത്രം ആത്മാർത്ഥതയുണ്ടാകും. അതുകൊണ്ട് ഇതിലിരിക്കുന്ന ഓരോ ആളുകളും കുടുംബത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യണേ എന്ന് ആമുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കാരണം ഇത് സാധാരണ ഒരു കുടുംബ സംഗമമല്ല. സാധാരണ കുടുംബ സംഗമത്തിൽ നിന്ന് മാറി ഇത് വ്യതിരിക്തമായ ഒരു കുടുംബ സംഗമമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികരിപ്പിച്ച് പറയല്ല. 1000-ലേറെ കുടുംബ സംഗമങ്ങളിൽ ഒരു പക്ഷേ കഴിഞ്ഞ 10-20 വർഷമായിട്ട് സംബന്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ കൃത്യമായി അജണ്ടയോടെ നിങ്ങളുടെ സക്കാത്തുകളും നിങ്ങളുടെ അതേപോലെ സദക്കകളും നിങ്ങളുടെ ദൈനുകളും, അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നൊന്ന് പറഞ്ഞിട്ടുള്ളത് ഹദിയയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ആളുകൾ നേതൃത്വം കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് അതിൻ്റെ കൂടെ എന്നും ഉണ്ടാകണേ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി നിങ്ങളോട് പറയുകയാണ്. ഇനി കുടുംബം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സന്തോഷകരമായി പോകേണ്ടുന്ന ഒന്നാണ്. നിങ്ങൾ ആ സന്തോഷത്തോടു കൂടി പോകുന്നവരാണ്. പക്ഷേ ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് അത് ശുക്ർ ചെയ്യലാണ്, നന്ദി ചെയ്യലാണ്. ഒരിക്കൽ കൂടി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ കോട്ട് ചെയ്തോട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കിതാബുകൾ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനിലേക്ക് അള്ളാഹു നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അള്ളാഹുവിന് പ്രാർത്ഥനയേക്കാൾ ഇഷ്ടം ശുക്ർ ചെയ്യുന്നവരെയാണ്. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഉത്തരമാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അവിടെ ഒരു ഷുവേർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ നൽകുമെന്ന്. പക്ഷേ ശുക്ർ ചെയ്യുന്നിടത്ത് 2 ഉറപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്താൽ ലഅസീദന്നകും. ഉസ്താദുമാരോട് വിശദീകരിച്ച് ചോദിച്ചറിയുക. ലഅസീദന്നകും എന്നിടത്ത് 2 തഅക്കീദുണ്ട്. ല എന്നതും തഅക്കീദാണ്, അന്ന എന്ന് പറഞ്ഞ ഇന്നയും എന്താണ് തഅക്കീദാണ് എന്ന് പറഞ്ഞാൽ 2 ഉറപ്പാണ്. ഇനി അത് സംശയമുള്ളവർ ഇംഗ്ലീഷ് തർജ്ജമ എടുത്തിട്ട് നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഇംഗ്ലീഷിലാണ് അത്തരം പദങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റാവുന്നത്, ഇംഗ്ലീഷിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇംഗ്ലീഷിന്റെ വേർഡ്സുകൾ അങ്ങനെയാണ്. അറബിയെ അതേപോലെ തന്നെ തർജ്ജമ ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് ഇംഗ്ലീഷാണെന്നാണ്, മലയാളം അതിന് പ്രാപ്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ അവിടെ പറഞ്ഞത് അള്ളാഹു നൽകുമെന്നാണ്. ഐ വിൽ ഗിവ് യു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നിനക്ക് നൽകുക തന്നെ ചെയ്യും. നീ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിനക്ക് നൽകും. ഐ വിൽ ഗിവ് യു എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇൻ ശക്കർതും ലഅസീദന്നകും എന്നതിന്റെ അർത്ഥം കൊടുത്തെടുത്ത് ഷുവർലി എന്നതാണ്. ഐ വിൽ ഷുവർലി ഗിവ് യു, തുറപ്പായിട്ടും 2 വട്ടാണ്. വില്ല് വന്നാൽ തന്നെ ഉറപ്പാണ്. ഷുവർലി, ഉറപ്പായിട്ടും ഞാൻ നിനക്ക് നൽകുമെന്നാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ടേയിരുന്നാൽ അള്ളാഹു അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യുമെന്ന 2 ഉറപ്പാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്ന പ്രാർത്ഥനയാണ് എന്നാണ്. അഥവാ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ കൂട്ടായ്മക്ക്, നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ ജീവിക്കുന്നതിന്, നമുക്ക് നല്ല മക്കളെ തന്നതിന്, നമ്മൾ നല്ല യശസ്സോടുകൂടി ജീവിക്കുന്നതിന്, നമുക്ക് വേണ്ടിയിട്ടുള്ള റിസ്ക്കുകൾ തന്നതിന്, വേറെ ലോകത്ത് കാണുന്ന പ്രയാസങ്ങൾ പോലെയുള്ള പ്രയാസങ്ങൾ ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ ഇല്ലാതിരിക്കുന്നതിന്, വിശിഷ്യ നമ്മുടെ കേരളത്തിലില്ലാതെ സുന്ദരമായി പോകുന്നതിന്, എല്ലാറ്റിനും നന്ദിയാണ്. ആ നന്ദി എത്രത്തോളം വേണമെന്നറിയോ? ആ നന്ദി നമ്മൾ മുസ്ലിമായി ജീവിച്ചതിന്, ജനിച്ചതിന് നന്ദി വേണം. അതേപോലെ തന്നെ നമ്മൾ മുഅ്മിനായി ജീവിക്കുന്നതിന് നന്ദി വേണം. നമ്മൾ ആളുകളോട് നല്ല ബന്ധമുണ്ടാക്കിയതിന് നന്ദി വേണം. നമ്മൾ ഓരോ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതിന് നന്ദി വേണം. എത്രത്തോളം നന്ദി വേണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ തലച്ചോറിന്റെ ഉള്ളിൽ ഇപ്പോഴും മറവിയില്ലാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കുന്ന ഓർമ്മച്ചപ്പുകളെ കാത്തു സൂക്ഷിക്കുന്നതിന് നന്ദി വേണം. നമ്മുടെ കാഴ്ചകൾ നഷ്ടപ്പെടുത്താതെ കണ്ണുകളെ ഇപ്പോഴും ശുദ്ധമായി നിർത്തുന്നതിന് നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം.
നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന സമയത്ത് ആ ചിന്തകളെ നമ്മുടെ ഓരോ പ്രതലങ്ങളിലേക്കും കൊണ്ടുപോയി മറവിയുടെ രോഗമില്ലാതെ അൽഷമസോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും അസുഖമോ ഇല്ലാതെ കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിന് നന്ദി വേണം. നമ്മുടെ കണ്ണിന്റെ കാഴ്ചകൾ എത്രയോ ലക്ഷക്കണക്കിന് ക്യാമറകളുടെ പവറാണ്. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ AI ക്യാമറ കൊണ്ട് നിങ്ങൾ സൂര്യനെ പകർത്താൻ ശ്രമിച്ചാലും ഈ കണ്ണ് പോലെ സുന്ദരമായി സൂര്യന്റെ അസ്തമയം കാണാൻ ക്യാമറകളെ കൊണ്ട് കഴിയില്ല. അത്രമാത്രം പവറാണ് ഒരു മനുഷ്യന്റെ കണ്ണിന് അള്ളാഹു തന്നിട്ടുള്ളത്. ഇനിയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഒരുപാട് യുഗങ്ങൾ വന്നിട്ട് ഒരുപാട് കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളിലുള്ള സ്റ്റോറേജിനേക്കാൾ അപ്പുറത്താണ് മനുഷ്യന്റെ ഉള്ളിൽ സൂക്ഷിക്കാവുന്ന സ്റ്റോറേജിന്റെ പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നും നോക്കിയാൽ ഓരോന്നിനും നന്ദി ചെയ്ത് ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറണേ എന്നാണ് കുടുംബ സംഗമത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ചെറിയ നിർദ്ദേശം പോലെ വെക്കാനുള്ളത്. ഇതൊരു അഡ്വൈസ് ആയിട്ട് കാണണ്ട, ഞാനൊരു ഉപദേശകനല്ല, ഒരു നിർദ്ദേശകനാണ്. നിർദ്ദേശം പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും തഖ്വയോടെ ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ കുറെ കുട്ടികൾ പാഞ്ഞു നടക്കുന്നു. ഇതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഒരു കുട്ടിയെങ്ങാനും ഓട്ടിസ്റ്റ് ആയിട്ടുള്ള കുട്ടിയുണ്ടായാൽ മതി ആ സ്ത്രീയുടെ ജീവിതം മൊത്തത്തിൽ പോകാൻ. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഉമ്മക്ക് പിന്നെ എങ്ങോട്ട് നീങ്ങാൻ പറ്റൂല. കാരണം ഹൈപ്പർ ആക്ടിവിറ്റി കൂടും. പോകുന്നിടത്തെല്ലാം ആളുകളെ ആക്രമിക്കാൻ തുടങ്ങും, ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മക്കളിൽ ഒരാൾക്ക് ഓട്ടിസം ബാധിച്ചാൽ മതി ആ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഓട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു മകനുണ്ട്. ആ പാപത്തിന്റെ ഭാര്യ എങ്ങോട്ടും പോകുന്നു നമ്മൾ കണ്ടിട്ടില്ല. തൽക്കാലം ആ കുട്ടിയെയും കൊണ്ട് എങ്ങോട്ടും യാത്ര പോവാന്നല്ലാതെ ആൾക്കൂട്ടത്തിലേക്ക് വരാൻ കഴിയുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നുമില്ലാതെ നമ്മളെ കാത്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ മകന് നല്ല സുമുഖനായ ഒരു കുട്ടിയായിരുന്നു. ഏകദേശം 6 വയസ്സ് വരെ സ്കൂളിൽ ചേർത്ത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6 or 7 വയസ്സുള്ള സമയത്താണ് ജസ്റ്റ് അപ്പുറത്ത് സ്കൂൾ വാന് നിർത്തി. ആ സ്കൂൾ വാനിൽ നിന്ന് ഇപ്പുറത്തേക്കുള്ള വീട്ടിലേക്ക് ഉമ്മയെ കണ്ടപ്പോൾ ഓടിയതാണ്. നേരൊരു വണ്ടി വന്ന് ഇടിച്ചിട്ട് ഇന്നും ആ കുട്ടിക്ക് നടക്കാൻ പറ്റാതെ കൈകാലുകളൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലാണ് നടക്കുക. 1 സെക്കൻഡ് മതി അള്ളാഹ്ക്ക് ഇതൊക്കെ തിരിച്ചെടുക്കാൻ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ല മക്കളെ തന്നതിന്, മക്കൾക്ക് അസുഖമില്ലാതെ കൊണ്ടു നടക്കുന്നതിന് എപ്പോഴും ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായി ഈ കുടുംബം ആദ്യമായിട്ട് മാറണം. നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ശുക്റിന്റെ സുജൂദ് ചെയ്യലാണ്. അഥവാ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിന്റെ ശുക്റിനെ അപദാനങ്ങളെ വാഴ്ത്തി പറയലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അത് പുറത്തൊക്കെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഗൾഫ് നാടുകൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അറബികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്ന പണി ഗൾഫുകാർ കണ്ടിട്ടുണ്ടാവും. എന്താ ചെയ്യല്? ആദ്യം തന്നെ ചെയ്യല് ഇവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കിയിട്ട് ഫസ്റ്റ് ഒരു സുജൂദായിരിക്കും. ഞാൻ കുട്ടിയേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഞാൻ കളിയെ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറയല്ല. ചില നല്ല ദീനുള്ള ആൾക്കാരും കളിയിലുണ്ട്, ക്രിക്കറ്റിലൊക്കെ പ്രത്യേകിച്ചും. ആ കളിയിൽ അവർ 6 അടിച്ചാൽ പോലും ചിലപ്പോൾ ശുക്റിന്റെ സുജൂദ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാണ്. അപ്പൊ ഒരു 6 അടിച്ചാൽ പോലും ശുക്റിന്റെ സുജൂദ് ചെയ്യുന്ന കളിക്കാരുണ്ട്. മദ്യപാന കമ്പനിയുടെ സ്റ്റിക്കർ ആയതുകൊണ്ട് അത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് കളിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന കളിക്കാരുണ്ട്. ആ ഗ്രൗണ്ടിൽ ഇറങ്ങണമെങ്കിൽ ആ സ്റ്റിക്കറുള്ള ബനിയൻ ഇടണം, ടീഷർട്ട് ഇടണം. അത് ഇടാതെ അങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് ഞാൻ അത് ഇടൂല എന്ന് പറയുന്ന കളിക്കാരുണ്ട്. കപ്പ് വാങ്ങുന്ന സമയത്ത് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ള ലേഡി പ്രസിഡന്റ് വന്നാൽ പോലും അവർക്ക് കൈ കൊടുക്കാതെ ഇങ്ങനെ കൈ കാണിക്കുന്ന കളിക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കളിയുടെ കാര്യത്തിൽ പോലും ശുക്ർ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾ, ഇതൊരു കളിയല്ലല്ലോ നമ്മുടെ ജീവിതം. ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് ആദ്യത്തെ നമ്മുടെ കാര്യം. അതിന്നിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും ആ ഒരു യൂണിറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊന്നും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഉണ്ടാകില്ല, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന്റെ ഘനം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മെല്ലെ ഇടക്കുണ്ടാകും, പിന്നീട് നമ്മുടെ തോന്നിയ രീതിയിലുള്ള ജീവിതവുമാണ്. കുറെ വേഷവിധാനങ്ങളോ കുറെ വലിയ വലിയ കാര്യങ്ങളോ ആണ് എന്നല്ല ഞാൻ പറയുന്നത്. പകരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക എന്നാണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മൾ മാറ്റമുണ്ടാകാതിരിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉണ്ടാവും ഇവിടെ. വിദ്യാർത്ഥികൾ ഡോക്ടറാവാം, MBBS കഴിഞ്ഞ് പിന്നീട് സർജൻ എന്ന് പറയുന്നത് കഴിഞ്ഞ് PG കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾ ചീഫ് സർജനായി മാറുമ്പോൾ
നിങ്ങളുടെ സബോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൂവിൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഭാഷ ക്രൂ എന്നാണ്, ആ ക്രൂവിൽ ഒരു പക്ഷേ 4-5 ഡോക്ടേഴ്സ് ഉണ്ടാകും. 5 ഡോക്ടേഴ്സ് ഒന്നിച്ചൊരു ഓപ്പറേഷന് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ ഏകദേശം 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഓപ്പറേഷന്റെ സമയത്ത് നിസ്കരിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയിൽ പോലും അവിടെ നിന്നിട്ട് എന്താണ് ഈ ജമ്മ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം. എന്താണ് ജമ്മുൽ മജ്ബൂരി എന്ന് നിങ്ങൾ പഠിക്കണം. കുറെ ഡോക്ടേഴ്സ് ജമ്മുൽ മജ്ബൂരി ചെയ്യുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തുടങ്ങിയാൽ രാവിലെ 7 മണിക്കാണ് തുടങ്ങുക, രാത്രി ഒരു പക്ഷേ 12 മണി വരെ നീണ്ടു നിൽക്കുന്ന, അതിലടക്കം 4 നിസ്കാരം കഴിഞ്ഞു പോകുന്നുണ്ട്. അയാൾ അവിടുന്ന് പിന്മാറി കഴിഞ്ഞാൽ അയാളുടെ എന്താണ് പിന്നീട് ജീവൻ ആപത്താണ്. ഉസ്താദുമാരിയ്ക്കുന്നവരോട് ചോദിച്ചൊക്കെ എന്താണ് ജമ്മുൽ മജ്ബൂരി. നമ്മൾ പറയുന്നത് ഇത്ര കിലോമീറ്റർ വേണം ജമ്മാക്കാൻ എന്നല്ല, അത് വേണം, യാത്രയിൽ അത് വേണം. പക്ഷേ ഇജ്തിഹാദി പ്രകാരം ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നനങ്ങിയാൽ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമെങ്കിൽ അവന് ജമ്മുൽ മജ്ബൂരി ആ റൂമിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇതേ രൂപത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ നിസ്കാരങ്ങൾ വിടാതെ ഇത്തരം കുടുംബ സംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ കൂളായിട്ട് ളുഹുറൊക്കെ വിടുന്ന കുട്ടികളുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഏതൊരവസ്ഥയിലും അള്ളാഹുവിലേക്കുള്ള നിസ്കാരത്തെ ഒഴിവാക്കാത്ത യൂസുഫ് അൽ ഖർദാവി ലോകത്തോട് വിട പറഞ്ഞു. നമ്മളെല്ലാ പണ്ഡിതന്മാരെയും ഒരേപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഒരു വിശാലത നമ്മൾ കാണിക്കണം. യൂസുഫ് അൽ ഖർദാവി അതിമനോഹരമായൊരു ടൈറ്റിൽ എഴുതി, ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ട്. ലോകത്തിലെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതനായിരുന്നു. അതിമനോഹരമായൊരു ഫോട്ടോ. എന്തായിരുന്നു ആ ഫോട്ടോ? ഖത്തറിലോ മറ്റോ എവിടെയോ വലിയൊരു ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നു. ഏകദേശം ഈ പറയുന്ന 40-50 നിലയിലെ ബിൽഡിംഗ്, വലിയ ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന്റെ ക്രെയിനിന്റെ വലുപ്പം എത്ര ഉണ്ടാവും അറിയാലോ? തെറിച്ചു നിൽക്കുന്ന ക്രെയിനാണ്. ആ ക്രെയിനിന്റെ തലപ്പത്ത് നിന്നിട്ട് ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കാൻ. കാരണം ഇവിടെ വാർപ്പിന്റെ പണി നടക്കുകയാണ്. ആ വാർപ്പിന്റെ പണിയിലെ പണിക്കാരനാണ്. പക്ഷെ ആ സമയത്ത് പോലും നിസ്കാരം ഒഴിവാക്കണ്ട എന്ന ചിന്തയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് യൂസുഫ് അൽ ഖർദാവി എഴുതിയത് എന്താണെന്നറിയോ? ഒരു പക്ഷേ, അസ എന്ന വാക്കാണ് ഉപയോഗിച്ചത്, ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറമിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഈ നിസ്കാരത്തിന് കൊടുക്കുമെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഹറമിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് ഈ നിസ്കാരത്തിന് അള്ളാഹു കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എപ്പോഴും കുടുംബ സംഗമം നമ്മൾ കൂടുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ. ഞാൻ വിമർശിക്കുകയല്ല. ഇപ്പൊ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നു. അന്ന് അവള് ചിലപ്പോ പുതിയ എണ്ണായിട്ട് ഇറങ്ങാൻ പോവാൻ. ആ മേക്കപ്പ് മാനൊക്കെ വന്നിട്ടുണ്ടാകാം, അങ്ങനെ മേക്കപ്പ് ഗേൾ ഉണ്ട്, അവർ വന്നിട്ടുണ്ടാകാം. എന്നിട്ട് നല്ല പുട്ടിയെല്ലാം ഇട്ട് നല്ല മനോഹരമായിട്ട് രാവിലെ തന്നെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിർത്തിയിട്ടുള്ള ആളുകൾ അവസാനം അന്നത്തെ ളുഹറില്ല, അസറില്ല, ഒന്നുമില്ലാതെ താൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജനനമാണ്, ഒന്ന് മരണമാണ്. ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഇറക്കം പുതിയ എണ്ണായിട്ട് ഇറങ്ങലും പുതിയാപ്പിളായിട്ട് ഇറങ്ങലുമാണ്. ജനനം എന്നതൊരു വല്ലാത്തൊരു പുറപ്പാടാണ്. മരണം എന്നത് അതിലും വലിയൊരു പുറപ്പാടാണ്. അതിനിടയ്ക്കുള്ള ഒരു സുന്ദരമായ മുഹൂർത്തമാണ് നമ്മുടെ വിവാഹം. ആ ദിവസത്തിൽ പോലും ഒരു പക്ഷേ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മേക്കപ്പ് ഇട്ടതിന്റെ പേരിൽ മാത്രം ആ കുട്ടി അന്ന് നിസ്കാരം ഒഴിവാക്കാറുണ്ട്. ഞാനതിനെ വിമർശിക്കാൻ വേണ്ടി പറയില്ല. നാളെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഇതിന്റെ താഴെയൊക്കെ ചിലപ്പോൾ കമന്റുകൾ വന്നേക്കാം. എനിക്കത് പ്രശ്നമല്ല. കമന്റുകൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ ആദർശത്തിനനുസരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഉസ്താദുമാരെ കണ്ടെന്നാലും ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. എന്തേ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയരുത്. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം. എന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാർ നമ്മൾ തോന്നുന്നപ്പോൾ ചിലപ്പം മോശക്കാരെന്ന് തോന്നുന്ന സിനിമാ നടന്മാര് വരെ നമ്മൾ ഇടുന്നതിനേക്കാൾ ടോപ്പായിട്ടുള്ള എന്താണ് ഇടുന്നത്? അവര് മേക്കപ്പാണ് ഇടുന്നത്. കാരണം അവരുടെ മുഖക്ക് അങ്ങനെ കാലാകാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പാണ്. അതായത് സാധാരണ പുതിയ ഇടണമൊന്നും അല്ലാതെ. കാരണം അവരുടെ മുഖത്തേക്ക് അത്ര വിലപിടിപ്പുള്ളതാണ് ഇടുന്നത്. അത് കഴുകിയിട്ട് കാരവലിൽ പോയിട്ട് നിസ്കരിക്കുന്ന നടന്മാര് വരെ ഉണ്ട്. മനസ്സിലായോ? ആ മേക്കപ്പ് കഴുകിയിട്ട് പോയിട്ട് നിസ്കരിക്കുന്ന നടന്മാര് വരെ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല. അവര് പോലും അത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടേ നമ്മൾ? അത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ മേക്കപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്റെ സന്നിഗ്ധമായ ഒരു ഘട്ടം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ ഇത് ഒഴിവാക്കരുത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, അല്ലെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം ആ ഒരു ആദർശത്തിലൂടെ ജീവിക്കുന്നവരാകണം, ശുക്റുള്ളവരാകണം. അള്ളാഹുവെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു നിമിഷം പോലും നമ്മളിലേക്ക് കടന്നു വരരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ്. ഏകദേശം ഒരു ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇൻസ്റ്റഗ്രാമാണ് കൂടുതൽ ഉപയോഗിക്കുക. കുറച്ച് പ്രായം ചെന്ന ആൾക്കാരാണ് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഒരു കണക്ക്. അപ്പൊ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ ഓരോ മിനിറ്റിന്റെ റീൽസ് കടന്നു വരുമ്പോൾ
ആ റീൽസിൽ ഇങ്ങനെ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയായി നമ്മുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈസ് അല്ലാഹ് ഈസ് അലൈവ്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ എപ്പോഴും ഇൻസ്റ്റഗ്രാം കാണാത്ത പ്രായം ചെന്ന പള്ളിയിൽ കഴിയുന്ന ആൾക്കാർ ഇതൊന്നും കാണുന്നുണ്ടാവില്ല. ഞാൻ ലേറ്റസ്റ്റ് തലമുറയെ കുറിച്ചാണ് പറയുന്നത്. ജെൻ സി എന്നാണല്ലോ നമ്മൾ അവരെ വിളിക്കുന്നത്. ജെൻ സി ഏകദേശം ഇപ്പോ ഒരു 15 വയസ്സിന്റെ ഉള്ളിലുള്ളവരെ നമ്മൾ വിളിക്കുന്നത് അൽഫ ജെൻ എന്നാണ്. 2010 ജനിച്ചിട്ട് 25 വരെ, അഥവാ ഈ 15 വർഷത്തിന്റെ ഉള്ളിലുള്ള 15 വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകളെ ജെൻ എന്ന് വിളിക്കുന്നത് അൽഫ ജെൻ ആണ്. പക്ഷേ അതിന് മുകളിലുള്ള 15 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ജെൻ സി ആണ്. അതിന് മുമ്പുള്ള ജനറേഷനാണ്. ഈ ജെൻ സി എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻസ്റ്റഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ തന്നെ കണക്ക്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ചില ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ കേരളത്തിൽ നിന്നുള്ള പല ആൾക്കാരും ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ വ്യക്തിഹത്യ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ആളുകൾ തീസ്റ്റുകൾ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ തരിച്ചു പോവാണ് എന്താണ് നമ്മൾ ചെയ്യുക എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ ഈമാനികമായിട്ടുണ്ടാകണം. അതുണ്ടാക്കിയെടുക്കണം നമ്മൾ. നിങ്ങളറിയോ, കുടുംബത്തിന്റെ താളം തെറ്റുന്നത് വാശിയിലല്ല, കുടുംബത്തിന്റെ താളം തെറ്റുന്നത് തൽക്കാലമുള്ള തർക്കത്തിലല്ല, കുടുംബത്തിന്റെ താളം തെറ്റുന്നത് അവിടെയുള്ള കുട്ടികളുടെ താളം തെറ്റുമ്പോഴാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് 5 മക്കളുണ്ട്. ആ മക്കളിൽ നിന്ന് ഒരാൾ ഡീവിയേറ്റ് ചെയ്താൽ എൻ്റെ ജീവിതം എന്തായിപ്പോയി? ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടിയും വഴിതെറ്റിപ്പോകാതെ കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഒരു കുട്ടി പോലും വഴിതെറ്റിപ്പോകാതിരിക്കുക. അതിന് നമ്മൾ കാർക്കശ്യത്തിന്റെ ഭാഷ ഉപയോഗിക്കരുത്. കാർക്കശ്യത്തിന്റെ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ അവന്റെ തെറ്റിനെയാണ് കാണേണ്ടത്, ഒരിക്കലും അവനെ തെറ്റായി കാണരുത്. ഒന്നും കൂടി പറയാം, കുടുംബത്തിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് അവന്റെ മിസ്റ്റേക്കിനെയാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ മിസ്റ്റേക്ക് ചെയ്ത വ്യക്തിയെയല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. സഹാബാക്കൾ പറയുമായിരുന്നു, ഞങ്ങൾ ഒരിക്കലും തെറ്റിനെ അല്ലാതെ തെറ്റുകാരനെ എതിർക്കില്ലായിരുന്നു എന്ന്. തെറ്റിനെയാണ് എതിർക്കേണ്ടത്, തെറ്റുകാരനെയല്ല എതിർക്കേണ്ടത്. നമ്മുടെ മകനിപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തു എന്ന് വെക്കുക. നമ്മുടെ മകന് ചെറിയ തെറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എങ്ങനെയാണ് നടന്നു പോകുന്ന സമയത്തൊന്ന് കൈ തട്ടിയിട്ട് ഗ്ലാസ് താഴെ വീണിട്ട് എന്തായി ഒന്ന് പൊട്ടിപ്പോയി. നിങ്ങളത് വലിയ ഘനത്തിൽ വാങ്ങിയ ഗ്ലാസ് ആയിരിക്കും. 6 1 കുറയുമ്പോഴേക്കും എന്തോ പറമ്പ് പോയ പോലെയാണ് സ്ത്രീകൾക്ക് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് പൊട്ടിപ്പോയി. അപ്പൊ അവിടെ ഇട്ടിട്ട് ആ കുട്ടി കരുതി കൂട്ടിയിട്ട് ഗ്ലാസ് എടുത്തിട്ട് താഴോട്ട് എറിഞ്ഞതല്ല. ആ കുട്ടി പോകുന്ന പോക്കിലൊന്നും അറിയാതെ തട്ടിപ്പോയതാണ്. അന്ന് ആ കുട്ടിക്ക് വൈകുന്നേരം വരെ ഈ ഗ്ലാസിന്റെ പേരിലുള്ള ഒരു പ്രശ്നമാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മന്റെ അടുത്ത് നിന്ന് അത് പൊട്ടും. അപ്പൊ ഒന്നും നമ്മൾ കേൾക്കൂല. കാരണം എന്താണ്? കുട്ടികൾക്ക് ഒരിക്കലും ഉമ്മാനെ ചീത്ത അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാവരോടും ഒരു ജസ്റ്റിസ് കാണിക്കണം. തൻ്റെ അടുക്കൽ നിന്ന് പൊട്ടിയിട്ട് മിണ്ടാതിരിക്കുന്നത് പോലെ തന്നെ തൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് അബദ്ധവശാലാണ് പൊട്ടിയതെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടരുത്. കാരണം തന്നോടുള്ള ജസ്റ്റിസ് അവരോട് നമ്മൾ ചെയ്തേ പറ്റൂ. അല്ലാതെ അവർക്ക് നിയമമൊന്ന് നമുക്ക് നിയമമൊന്ന് എന്ന രൂപം ഉണ്ടാകരുത്. ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം മറ്റോ ഉണ്ടാക്കുമ്പോൾ അതിൽ മുളകേറാം, ഉപ്പേറാം. ചിലപ്പോൾ ഉണ്ടാക്കിയത് ശരിയാകില്ല. ഒരു ഉദാഹരണം പറയാം, നാടൻ ഭാഷയിൽ പറയാം. ചിലപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടി വൃത്തിയാക്കിയാലാകൂല. അതിനൊക്കെ അവരെങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ എത്രയോ കാലമായിട്ട് നിങ്ങൾ അതിൽ എക്സ്പേർട്ടാന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി അതിൽ എക്സ്പേർട്ട് അല്ല. അപ്പൊ കുട്ടികളുടെ കൊച്ചു കൊച്ചു മിസ്റ്റേക്സിനെ നമ്മൾ എന്താക്കണം? അതിനെ റെക്ടിഫൈ ചെയ്യണം, പറഞ്ഞ നല്ല രീതിയിൽ തിരുത്തണം. ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത്. ക്രിട്ടിസൈസ് ചെയ്താൽ ആ കുട്ടി പിന്നെ ആ ക്രിട്ടിസിസത്തെ മാനിച്ച് അവസാനം ക്രിട്ടിസിസത്തിന്റെ എഗെയിൻസ്റ്റായി മാറും. പിന്നെ നിങ്ങൾ നല്ല ഉപദേശം ഇട്ട് ചെന്നാലും ആ കുട്ടികൾ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഞാൻ ഇപ്പൊ സൈക്കോളജിയുടെ പാട്ടാ പറയുന്നത്. നിങ്ങൾ വെറും വഴക്ക് പറയുന്ന, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു ഉപദേശവും ആ കുട്ടികൾക്കില്ല. പിന്നെ ആരെയാ കേൾക്കുക? എപ്പോഴും സ്നേഹത്തോടെ ചേർക്കുന്ന, എപ്പോഴും സ്നേഹത്തോടെ തൻ്റെ ചാരത്ത് ചേർക്കുന്ന ഒരു മാതാവിനെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. ഗ്ലാസ് പൊട്ടിയാൽ ആകെ ബേജാറായി നിൽക്കായിരിക്കും ആ കുട്ടി. ആ സമയത്ത് ഇങ്ങനെ പോയിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ പിതാവ് ഈ അടുത്തിടെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, ഒരു 3 മാസം മുമ്പ്. അള്ളാഹു എല്ലാവരുടെ പിതാക്കന്മാർക്കും വലിയ അനുഗ്രഹം നൽകുമാറാവട്ടെ. എൻ്റെ പിതാവ് കുട്ടിക്കാലത്ത് ബോംബെയിലായിരുന്നു. അപ്പൊ ഈ ബോംബെയിൽ നിന്ന് 35 എന്ന് പറയുന്ന ഒരു സിഗരറ്റ് ഉണ്ട് അല്ലേ, അത് കൊണ്ടുവരും. നല്ല രസമായി കാണാൻ. ഞാനന്ന് കുട്ടിയാണ്, ഏകദേശം ഒരു 7 or 8 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഉപ്പ ഇങ്ങനെ ഇടക്കൊക്കെ വലിക്കും. ഉപ്പ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ആ സഫാരി സൂട്ടൊക്കെ ഇട്ടിട്ടാ നടക്കുക. അന്നെല്ലാവരും പുക വലിച്ചിരുന്നൊരു കാലമാണ്.
അങ്ങനെ ഞാനിത് വെറുതെ ഒന്ന് അനുകരിച്ച് നോക്കിയതാണ്. അങ്ങനെ ഉണ്ടല്ലോ, പിതാക്കന്മാരല്ലേ മക്കൾ അനുകരിക്കുക. ഈ തട്ടിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വാതിലിന് അന്നൊക്കെ വലിയ വീടുകൾക്കൊക്കെ ഈ വാതിലിന് ഒരു ഇതുപോലെ ഉണ്ടാവും. അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇത് എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു എൽ ഷേപ്പിലാ കൊലായി സിറ്റ് ഔട്ട് എൽ ഷേപ്പില, ഞങ്ങളെ തറവാട് വീടിന്റെ എൽ ഷേപ്പിന്റെ ഈ മൂലയ്ക്ക് എന്നിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ കത്തിച്ചു നോക്കിയതാണ്. ഉപ്പ ചെയ്യുന്നത് പോലെ ചെയ്തു നോക്കിയതാണ്. അതിൽ മേലക്കാണ്ട് വലിച്ചു പറഞ്ഞു. അപ്പൊ അമ്മായികളൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പ വന്നതുകൊണ്ട് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപ്പ അടുക്കളയുടെ ഭാഗത്ത്. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഓർത്തില്ല. മെല്ലെ ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കിയതാണ്. അപ്പോഴേക്കും എനിക്ക് കൊര തുടങ്ങി. കാരണം അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയതാണ്. വലിച്ചപ്പോ അതങ്ങനെ 3.5 ആണല്ലോ സാധനം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇങ്ങനെ മേലേക്ക് വലിച്ചു പറഞ്ഞാൽ തന്നെ ഉപ്പ ഇങ്ങനെ വരികയും ചെയ്തു. ഞാൻ ആ പുക ഇങ്ങനെ ഇതാണ്ട് എറിഞ്ഞു. പക്ഷെ പിന്നെ കുരച്ചപ്പോൾ ഇതിങ്ങനെ വരികയും ചെയ്തു. എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഉപ്പാൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടും എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്നെ അടിച്ചിട്ടേ ഇല്ല എൻ്റെ പിതാവ്. എൻ്റെ പിതാവ് അടിക്കാതെയാണ് വളർത്തിയത്. ഒരൊറ്റടി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എന്നല്ല എൻ്റെ അനിയനും ജ്യേഷ്ഠനും ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇങ്ങനെ വന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുട്ടിലിങ്ങനെ ഇരുന്നിട്ട് എന്നെങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ തെറ്റായ കാര്യമാണ് കേട്ടോ, ഇനി ചെയ്യരുത്, വാപ്പേ കുടുങ്ങിപ്പോയതാണ് എന്നൊറ്റ വാക്കാണ്. അതിനുശേഷം പിന്നെ ഈ സാധനം എന്താണെന്ന് നമ്മൾ വല്ലാണ്ട് അറിഞ്ഞിട്ടില്ല. ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അന്ന് വേണമെങ്കിൽ വഴക്കിടാം, അന്ന് വേണമെങ്കിൽ തല്ലാം, അന്ന് വേണമെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കാം. ഞാൻ എൻ്റെ ഉപ്പയെ വാഴ്ത്തി പറയല്ല. നമ്മൾ നമ്മുടെ മക്കളോട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു രംഗമാണത്. ഒരു പിതാവിൻ്റെ ഒരു അപ്രോച്ച്. ഈ അപ്രോച്ച് ആയിരിക്കണം നമ്മുടെ കുട്ടികളോട് നമുക്കുണ്ടാകേണ്ടത്. അപ്പോഴേ തിരുത്തൂ, അപ്പോഴേ അവരതിനെ ഇല്ലായ്മ ചെയ്യൂ. അല്ലാതെ നമ്മളന്ന് അടിച്ചിരുന്നുവെങ്കിൽ, അന്നൊരു പക്ഷേ കുറ്റപ്പെടുത്തിയിരുന്നുവെങ്കിൽ, പുകവലിച്ചു എന്ന് അയൽവാസികൾ മൊത്തം അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഒരു ക്രോണിക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറുമായിരുന്നു. അപ്പൊ മിസ്റ്റേക്കുകൾ വരുമ്പോൾ ആ മിസ്റ്റേക്കിനെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ഞാൻ നിങ്ങൾ ഉപദേശിക്കല്ല. അപ്പൊ നമ്മൾ കുട്ടികളെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു നിർദ്ദേശം വെച്ച് ഉപദേശം കൊടുക്കലുണ്ട്. കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് അതിന് ശിക്ഷ കൊടുക്കലുണ്ട്. ശിക്ഷ കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മൾ ശിക്ഷണമേ കൊടുക്കാവൂ. ശിക്ഷണം വേറെ, ശിക്ഷ വേറെ. ശിക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അള്ളാഹുവിനും പിന്നെ ഭരണാധികാരികൾക്കുമാണ്. ഒരു രാജ്യം ഭരിക്കുന്ന അവിടെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് നമുക്ക് ശിക്ഷ നൽകാം. അതല്ലാതെ നമുക്ക് ശിക്ഷ നൽകാനുള്ള ഉത്തരവാദിത്തം പടച്ചോൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അടിക്കണ്ടെന്നല്ല. 10 വയസ്സ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ അടിക്കാം. അത് നമ്മളോട് പറഞ്ഞ നിർദ്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെയും അടിച്ചിട്ട് പോലുമില്ല. മൗലാന അബുൽ ഹസൻ നദവി സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടികളെ വളർത്തുന്നതിന്റെ ബാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ഒരുപാട് ഞാൻ എന്താക്കി, പല കിതാബുകളും തപ്പി നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് അടിച്ചിട്ടുണ്ടോ എന്നറിയാൻ. ആകെ ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിന് നേരെ ഒന്ന് ചാട്ടയോങ്ങിയ സമയത്ത്, നേരെയല്ല ഒട്ടകത്തിന് നേരെ ഓങ്ങിയപ്പോ ഒരു യുദ്ധ സമയത്താണ്. ആ സമയത്ത് ചാട്ട കൊണ്ട് ഒരു അടി കൊടുത്തു, അഥവാ ഒരു അടി കിട്ടി എന്നതല്ലാതെ വേറെ ഒരു കുട്ടിയെയും അടിച്ചതായി ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഉക്കാശ റളിയല്ലാഹു തആല അൻഹു സംഭവം നമുക്കറിയാലോ. അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് വിളിക്കാൻ എല്ലാവരെയും നിർത്തിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു. 10,000 സഹാബാക്കളെ, ഞാനിതാ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവസാനത്തെ ആയത്ത് ഇറങ്ങി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും ചെയ്തിട്ടുണ്ടോ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ശാരീരികമായി ആക്രമിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോ എല്ലാ സഹാബാക്കളും കരയാൻ തുടങ്ങി. കാരണം ആരെയും ശാരീരികമായി ഒരു ഉപദ്രവം പോലും ചെയ്യാത്ത, ഒരു അടി പോലും അടിക്കാത്ത റസൂലുള്ളാഹി ചോദിച്ചുകൊണ്ടിരിക്കാം. അലുക്കാശ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ നിങ്ങൾ ചെറുതായി ഒന്ന് അടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ആരോടായി സംസാരിക്കുന്നത്? കാരണം ഉമർ റളിയല്ലാഹു തആലയുടെ പ്രകൃതം എപ്പോഴും അങ്ങനെയാണ്, നീ ആരോടായി സംസാരിക്കുന്നത്? അപ്പൊ ഉമർ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ഉമറെ വിട്ടേക്ക്. ഉക്കാശ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് ചാട്ടവാർ അങ്ങോട്ട് കൊടുത്തിട്ട് പറയണം, ഉക്കാശ നീ അടിക്ക്. അതിൽ ഉമർ റളിയല്ലാഹു തആല ഇളകി, സഹാബാക്കൾ ഇളകി. വല്ലാത്തൊരു രംഗമാണത്. ഉക്കാശ റളിയല്ലാഹു തആല പറഞ്ഞു, ഈ ചാട്ടയല്ലായിരുന്നു, ചാട്ട അന്ന് ഉപയോഗിച്ചത് മറ്റൊന്നായിരുന്നു എന്നാണ്. ആ ചാട്ട ഇരിക്കുന്നതാകട്ടെ ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലുമാണ്. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു സഞ്ചരിച്ചു. ബിലാൽ റളിയല്ലാഹു തആലയോട് പറഞ്ഞു ആ ചാട്ട എടുത്തുകൊണ്ട് വരാൻ. ബിലാൽ റളിയല്ലാഹു തആല പിന്നീട്, ഇതൊക്കെ ചരിത്രത്തിൽ വരുന്ന സംഭവങ്ങളാണ്. ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞ ആ സന്ദർഭത്തിൽ ഞാൻ കരഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല. ഉക്കാശ റളിയല്ലാഹു തആല അടിക്കാൻ വേണ്ടിയിട്ട് ചാട്ട എടുക്കാൻ വേണ്ടി പോയൊരു പോക്കുണ്ട്. ആ സമയത്ത് ഞാൻ കരഞ്ഞതുപോലെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ഉക്കാശ റളിയല്ലാഹു തന്നെ എന്തു പറ്റിയെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു എന്നാണ്. ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ആ ചാട്ട കൊണ്ടുവന്ന ശ്വാസം പറഞ്ഞു, ഉക്കാശ അടിക്ക്. അപ്പോൾ ഉക്കാശ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എനിക്ക് അടി കിട്ടുന്ന സമയത്ത് എൻ്റെ മേലിൽ കമീസില്ലായിരുന്നു എന്നാണ്. എൻ്റെ ശരീരം കമീസില്ലായിരുന്നു. ശ്വാസം കമീസ് അഴിക്കാണ്, തൻ്റെ ചരട്, അല്ലെങ്കിൽ അന്ന് ബട്ടൺ ഇല്ലായിരുന്നു എന്നാണ് ചരിത്രത്തിൽ, ചരട് പോലെയുള്ള സാധനം അഴിക്കാണ്. അതുകൊണ്ട് അഴിക്കുന്ന സമയത്ത് ഉക്കാശ റളിയല്ലാഹു തആല പോയിട്ട് കെട്ടിപ്പിടിക്കാണ്, എന്നിട്ട് നിലവിളിക്കാണ്, ഞാൻ സത്യമാണ് പറഞ്ഞത്, യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ ചാട്ട ഒന്ന് ഓങ്ങിയ സമയത്ത് അറിയാതെ എൻ്റെ ശരീരത്തിൽ അടിച്ചു പോയിട്ടുണ്ട് എന്നത് സത്യമാണ്. എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ആലിംഗനം ചെയ്യാൻ മോഹമുണ്ട്. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇത്രയും പറഞ്ഞത് എന്നാണ്. ഒരിക്കലും അടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും മോശമായി പെരുമാറിയിരുന്നില്ല. ഒരാളെ പോലും അടിക്കാനോ ഒരാളെ പോലും മോശമായി ചിത്രീകരിക്കാനോ റസൂലുള്ളാഹിക്ക് സാധിക്കുമായിരുന്നില്ല. ഞാൻ പറയുന്നത് അത്രമാത്രം ഉന്നതിയിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ലെന്ന് വരാം. പക്ഷെ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടുന്ന പണി എന്താണെന്നറിയോ? നമ്മൾ ചെയ്യേണ്ടുന്ന പണി നമ്മുടെ വീട്ടിൽ കാരുണ്യം പുലർത്തുക എന്നതാണ്. നമ്മുടെ മക്കളോട്, നമ്മുടെ സഹധർമ്മിണിയോട്, നമ്മുടെ ബാക്കിയുള്ളവരോട് ഒരു കരുണയുടെ ഒരു ലോകം നമ്മൾ തീർക്കുക എന്നതാണ്. സ്വന്തം വീട്ടുകാരോടുള്ള കാരുണ്യം, ആ വീട്ടുകാരുള്ള കാരുണ്യമാണ് പിന്നെ ലോകത്തിന്റെ കാരുണ്യമായി മാറുന്നത്. നമ്മൾ പരസ്പരം ജ്യേഷ്ഠാനുജന്മാർ ഈ കാരുണ്യം ഉണ്ടാകണം. ചിലപ്പോൾ ചില കുടുംബത്തിലുണ്ട്, ജ്യേഷ്ഠൻ ചിലപ്പോൾ ഒന്ന് ഉയർന്നു പോയാൽ, അല്ലെങ്കിൽ അനിയനൊന്ന് സാമ്പത്തികമായി ഉയർന്നു പോയാൽ മറ്റ് കൂട്ടുകാർക്ക് ദേഷ്യമുണ്ടാകില്ല, ചിലപ്പോൾ പിന്നെ അസൂയ ഉണ്ടാകില്ല. അതിനേക്കാൾ ദേഷ്യം ഒരു പക്ഷേ ഉണ്ടാകുന്നത് ആർക്കായിരിക്കും എന്നറിയോ? ആർക്കായിരിക്കും? സ്വന്തം സഹോദരങ്ങൾക്കായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ പിണങ്ങി നിൽക്കാറുണ്ട്. ചിലപ്പോ എന്തുണ്ടാകാറുണ്ട്? ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കാറുണ്ട്. ചില കുടുംബത്തിൽ അത് കാണാറുണ്ട്. ഈ ജ്യേഷ്ഠാനുജന്മാരുടെ പിണക്കമുണ്ടല്ലോ, ആ പിണക്കത്തിനെ കുറിച്ചിട്ട് അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്, ഞാൻ ഏതോ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കവിതയാണ്. കാരണം ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തർക്കത്തിലാകുന്നു. എന്നിട്ട് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തർക്കത്തിലായി ഈ ജ്യേഷ്ഠൻ ഏകദേശം മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന സമയത്ത്, അസുഖബാധിതമായി നിൽക്കുമ്പോൾ ആളെ വിട്ടിട്ട് പറയാണ്, എൻ്റെ അനിയനോടൊന്ന് വരാൻ പറയെന്ന്. അങ്ങനെ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം രണ്ടാളുകളെയും കൂട്ടിയിട്ട് അവിടെ പോയിട്ട് അനിയനോട് മാപ്പ് പറയാണ്, ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമെന്ന്. ആ അനിയൻ മാപ്പ് നൽകുന്നില്ല. ഇതൊരു ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷനാണ്. അങ്ങനെയും ചില ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ മരണത്തിന്റെ മുഖാമുഖം നിൽക്കുമ്പോഴും അനുജന്മാർക്ക് മാപ്പ് കൊടുക്കാത്ത, ജ്യേഷ്ഠന്മാർക്ക് മാപ്പ് കൊടുക്കാത്ത, ഇതൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ചു വന്ന് പിന്നെയും കുറേ നാൾ കാത്തിരുന്നു. ഇന്ന് വരും എൻ്റെ അനുജൻ, ഇന്ന് വരും ഈ കവാടം കടന്ന്. ഒരു ജ്യേഷ്ഠന്റെ കാത്തിരിപ്പാണ്. ആ ജ്യേഷ്ഠൻ കാത്തിരുന്ന് കുറെ കഴിഞ്ഞപ്പോൾ അസുഖം മൂർച്ഛിച്ചു. അങ്ങനെ അവസാനം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എന്താണെന്നറിയാത്ത ഈ അനുജൻ, ഇതുവരെ മാപ്പ് കൊടുക്കാത്ത അനുജൻ, പിന്നീട് കടന്നു വരുന്നത് എപ്പോഴാ? മരിച്ചു എന്ന് കേട്ടപ്പോഴാണ്. ജ്യേഷ്ഠൻ മരിച്ചു എന്ന് കേട്ടപ്പോഴാണ്. മരിച്ചു എന്ന് കേട്ട സമയത്ത് അനുജൻ വരുമ്പോ എല്ലാവരും കൂടിയിട്ടുണ്ട്. പിന്നെ മോശല്ലേ, ആൾക്കാരെന്തു പറയും, ആളുകൾ എന്തു പറയും, ഇതാണ് ചിന്തിക്കുന്നത്. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, ആൾക്കാരെന്ത് പറയുന്നുള്ളതാ പ്രശ്നം. ചുരുക്കത്തിൽ ഈ ജ്യേഷ്ഠൻ മരിച്ചു കിടന്ന് ആളുകളെല്ലാം കൂടി അങ്ങനെ മയ്യത്തെല്ലാം കുളിപ്പിച്ച് ദഫൻ ആ ദഫൻ ചെയ്യലെല്ലാം കഴിഞ്ഞ് അങ്ങനെ നേരെ കൊണ്ടുപോവാണ്. ഇങ്ങോട്ട് കഫൻ ചെയ്യലെല്ലാം കഴിഞ്ഞ് മറ്റതിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കുളിപ്പിച്ച് വസ്ത്രമെല്ലാം അണിയിച്ചിട്ട് ചുമന്നുകൊണ്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ഈ ജ്യേഷ്ഠൻ വിളിച്ചു പറയുന്ന രംഗങ്ങളാണ് ആ കവിതയിൽ. ജ്യേഷ്ഠൻ വിളിച്ചു പറയാണ്, നീ ആരാണ്, നീ എന്തിനാണ് ഇപ്പോൾ വന്നത്? നീ ആരാണ് എന്ന് ചോദിച്ചിട്ടാ തുടങ്ങും. നീ ആരാണ്, നീ എന്തിനാ ഇപ്പോൾ വന്നത്? നീ എന്തിനാ എന്നെ ചുമക്കുന്നത്? എൻ്റെ മയ്യത്തിനെ നീ എന്തിനാ ചുമന്നുകൊണ്ട് പോകുന്നത്? നിനക്ക് ചുമക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ലോകം ഇനി മറ്റൊരു ലോകമാണ്. എൻ്റെ ആത്മാവ് അല്ലാഹുവിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ നിന്നോട് അങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞു. നിനക്ക് ഓർമ്മയില്ലേ,
നിന്നെ കുട്ടിക്കാലത്ത് കടലാസിന്റെ തോണി കടലാസിന്റെ തോണി കൊണ്ട് നിന്നെ ഞാൻ കളിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? മദ്രസയുടെ അങ്കണത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോയത് ഓർമ്മയില്ലേ നിനക്ക്? അനുജ, നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റി, നിന്റെ അടുത്തും പറ്റി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞു, പക്ഷെ നീ എനിക്ക് മാപ്പ് തന്നില്ല. ഇപ്പൊ നീ മരിച്ചതിന് ശേഷം വരികയാണോ എന്ന് ചോദിച്ചിട്ട് ഇട്ടേച്ചു പോ. എന്റെ മയ്യത്തിനെ ചുമക്കാനുള്ള ഉത്തരവാദി നീയല്ല, അതിനെന്റെ മക്കളുണ്ട്, എന്റെ ബാക്കിയുള്ളവരുണ്ട്. എന്റെ മയ്യത്തിനെ പോലും ചുമക്കാനുള്ള ഒരു അവകാശവും നിനക്കില്ല, ഇട്ടേച്ചു പോ എന്ന് പറയുന്ന കാവ്യശകലം പോലെ ഇന്ന് ചിലപ്പോൾ എവിടെയൊക്കെയോ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ്, എന്തിൻ്റെയൊക്കെയോ പേരിൽ പിണങ്ങി നിൽക്കുകയാണ്. അവസാനം മരണം മുഖാമുഖം നിൽക്കുന്ന സമയത്ത് പോലും എത്തി നോക്കാതെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം പോകരുത്. സ്ത്രീകളും ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ജ്യേഷ്ഠത്തി അനുജത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ഭാര്യ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി പിണങ്ങി നിൽക്കും. അങ്ങനെ ആ പിണക്കിൽ അങ്ങനെ പോയി ഒരു മരണ വീട്ടിലേക്ക് പോകുമ്പോൾ അവള് വേറൊരു വണ്ടി വിളിച്ചു പോകും, ഇവള് വേറൊരു വണ്ടി വിളിച്ചു പോകും. ഓട്ടോറിക്ഷക്കാർക്ക് നല്ല സുഖമാണ്. അങ്ങനെ പോയി ഒരു പക്ഷേ ഇത്തരം കുടുംബ സംഗമങ്ങളിൽ പോലും, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയല്ല, ഇങ്ങനത്തെ സംഗമങ്ങളിൽ പോലും അടുത്തടുത്തിരിക്കാൻ കഴിയാത്ത ജ്യേഷ്ഠന്റെ ഭാര്യയും അനിയന്റെ ഭാര്യമാരും ഉണ്ടാകും. മത്സരമാണ്, പരസ്പര മത്സരം. ആ മത്സരം ഏതുവരെ എത്തുന്നറിയോ? ജ്യേഷ്ഠത്തിന്റെ കുട്ടി എങ്ങാനും MBBS കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടിയെ തച്ചിട്ടാണെങ്കിലും വേണ്ടി MBBS ആക്കണം. മത്സരത്തിന്റെ ലോകമാണ്. എൻ്റെ കുട്ടിയാകുന്നത് പോലെ എൻ്റെ കുട്ടിയാകും, അവരുടെ കുട്ടിയാകുന്നത് പോലെ അവരുടെ കുട്ടിയാകും. അല്ലാതെ ഈ ലോകത്തിൽ ഒരാളെപ്പോലെ ഒരാൾക്കാകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അതിനുവേണ്ടി മത്സരിക്കരുത്. ഇത് എറണാകുളം, അതേപോലെ തന്നെ കോട്ടയം ജില്ലയൊക്കെ, അവിടുത്തെ ആലപ്പുഴ ജില്ലയിലൊക്കെ പെട്ട ആളുകളാണ്. ഈ ഒരു ജില്ലയിൽ ഒരു പക്ഷേ ആ മത്സരം ഒരു പക്ഷേ കൂടിയേക്കാം. ഞാൻ ജില്ലയെ കുറ്റപ്പെടുത്തല്ല. നമ്മുടെ മക്കൾ എന്താണോ ആകുന്നത് അതായാൽ മതി. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഹിഫ്ള് കോളേജിൽ പോയി, അവൻ ഹാഫിളാകാൻ വേണ്ടി പോയാൽ ബാക്കി കസിൻസ് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തും. നീ ഇപ്പം അതാ പഠിക്കാൻ പോയേ, ഞങ്ങൾ കണ്ടില്ലേ MBBSന് പോകണം, ഞങ്ങൾ കണ്ടില്ലേ BTechന് പോകുന്നു, ഞങ്ങൾ കണ്ടില്ലേ സിവിൽ സർവീസിന് പോകുന്നു. എന്ത് മറന്നുകൊണ്ടുള്ളതാണ്? ഞാനൊക്കെ ആലോചിക്കൽ എന്താണെന്നറിയോ? നമുക്കങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ എന്നതാണ്. ഓരോ ഡോക്ടേഴ്സും ഓരോ എഞ്ചിനീയേഴ്സും ഓരോ സിവിൽ സർവീസുകാരും ആലോചിക്കേണ്ട കാര്യം, ഈമാനുള്ളവർ ആലോചിക്കേണ്ട കാര്യം, അല്ലാതെ പൊതുജനങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്കൊന്നും ഖുർആൻ ഹാഫിളാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇവിടെ നിങ്ങൾ ആദരിക്കുന്ന കൂട്ടത്തിൽ ഈ കുടുംബത്തിൽ നിന്നൊരു ഹാഫിൽ കടന്നു വരുമ്പോ എല്ലാവരെക്കാളും ആദരിക്കേണ്ടത് അവനെയാണ്. ഞാൻ രാഷ്ട്രീയം പറയല്ല, എന്നാലും ഒരു വ്യക്തിയെ പറഞ്ഞോട്ടെ, അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞതുകൊണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഹിഫ്ള് കോളേജ് തുടങ്ങിയത്, ബാക്കിയൊക്കെ ബാക്കിയാത്തിനും ഇവിടെയൊക്കെ പോയിട്ടായിരുന്നു ഹിഫ്ള് തുടങ്ങിയിരുന്നത്. ആദ്യമായിട്ട് എറണാകുളത്തെ നൂർ മസ്ജിദിന്റെ ഭാഗത്താണ് തുടങ്ങിയത് എന്നാണ് കേരളത്തിന്റെ ചരിത്രം. അവിടെ നിന്നൊരു കുട്ടി യഹിയ എന്ന് പറയുന്ന ഒരു മോന് എന്താക്കി, ഹിഫ്ള് കഴിഞ്ഞിറങ്ങി. ആദ്യമായിട്ട് ഹാഫിളായത് യഹിയ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. യഹിയ സാഹിബിനെ പലർക്കും അറിയായിരിക്കും. അങ്ങനെ ആ കുട്ടി ഹിഫ്ള് കഴിഞ്ഞു എന്നാണ്. ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഈ തങ്ങൾ കുഞ്ഞു മുഹമ്മദിന്റെ മോളെ വീട്ടിലേക്ക്, TKM ഫാമിലിയാണ് അവര്, ആ വീട്ടിലേക്ക് ഒരു ദിവസം സേഠ് സാഹിബ് കടന്നു വരികയാണ്. ഇബ്രാഹിം സുലൈമാൻ സേഠ്. അന്ന് അദ്ദേഹം യുവാവായ ഒരു MP ആണ്. ദ ബെസ്റ്റ് പാർലമെന്റേറിയൻ. പാർട്ടി ഏതുമാകട്ടെ, അതല്ല നമ്മുടെ വിഷയം. ബെസ്റ്റ് പാർലമെന്റേറിയൻ. അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന, അന്ന് ഇടപെടുന്ന 540 MP-മാരിൽ ദ ബെസ്റ്റ് എന്ന് രാജീവ് ഗാന്ധി പോലും പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി പോലും പറഞ്ഞിട്ടുള്ള ആളാണ് ആര്? ഈ പറയുന്ന ഇബ്രാഹിം സുലൈമാൻ സേഠ്. ആ ഇബ്രാഹിം സുലൈമാൻ സേഠ് ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരികയാണ്. കയറി വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പിതാവ് ചോദിക്കുകയാണ്, എന്ത് അറിയാതെ വന്നതുകൊണ്ട് നിങ്ങൾ വഴി തെറ്റി വന്നതാണോ? ഒരു പരിചയമില്ലല്ലോ. അല്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. കോന യഹിയ. യഹിയ ആരാണെന്ന് ചോദിച്ചത്രേ. യഹിയ ആരാണ്? അദ്ദേഹത്തിന്റെ പിതാവ് നമ്മൾ കേട്ട കാര്യം പറഞ്ഞത്. യഹിയ ആരാണ്? അപ്പൊ കൊച്ചുകുട്ടിയെ കാട്ടിക്കൊടുത്താണ്, ഇതാണ് യഹിയ എന്ന് പറഞ്ഞു. അപ്പൊ കുറെ മിഠായിയും കുറെ പൈസയും എല്ലാം കൊടുത്ത്, ഒരു മുത്തവും കൊടുത്ത്. ആ സമയത്ത് ചോദിച്ചത്ര ഇദ്ദേഹത്തിന്റെ പിതാവ്, നിങ്ങൾ ഈ പോണ വഴിക്കെങ്ങാനും കയറിയതാണോ എന്ന്. പറഞ്ഞു, അല്ല, ഞാൻ ബോംബെയിൽ നിന്ന് വരികയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വരികയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് ഞാൻ ഇതേപോലെ പത്രത്തിൽ കണ്ടു, അല്ലെങ്കിൽ എവിടെ നിന്നോ കേട്ടു, എന്ത് ഇങ്ങനൊരു മോന് കേരളത്തിൽ ആദ്യമായിട്ടൊരു കോളേജ് തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഹാഫിളായി എന്ന്. കേരളത്തിൽ അതിനു മുമ്പ് ഹാഫിളീങ്ങളുണ്ട്, അവർ പുറത്തുപോയി പഠിക്കുന്നവരാണ്. അതുകൊണ്ട് അവനെ കാണാനായിട്ട് വന്നതാണ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ.
നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഒരു പ്രിയങ്കരനായ ഗുരുനാഥനുണ്ട്, അദ്ദേഹം കുറെ കാലം MP ആണ്. അദ്ദേഹം പറയാറുണ്ട്, ഒരിക്കലും ഈ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അത്യുന്നത ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹം എങ്ങാനും നടന്നു പോകുമ്പോൾ സേഠ് സാഹിബ് അറിയാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ സേഠ് ജി ആ ബൈഠിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കിപ്പോ അത്ര ആദരമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ദൂരെ ഒരു ഹാഫിളിനെ കണ്ടാൽ അങ്ങോട്ട് ഓടിപ്പോയിട്ട് ആദരിക്കുമായിരുന്നു. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാനം അത് ഖുർആൻ പഠിച്ചവർക്കാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവർക്കാണ്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു സ്ഥാനത്തിലേക്ക് നമ്മുടെ മക്കളായി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഭൗതികവാദത്തിന്റെ അങ്ങേ തലയിലേക്ക് നമ്മുടെ മക്കൾ ഡോക്ടേഴ്സ് ആകാം, നമ്മുടെ മക്കൾ അതുമാകാം, ഇതൊക്കെ ആയിക്കോട്ടെ, നല്ലത് തന്നെ. പക്ഷെ വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാം മനുഷ്യരുണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അതാണ് നമ്മൾ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ മറന്നു ജീവിക്കരുത്. അപ്പോ ഞാൻ പറയുന്ന ഇത്തരം കുടുംബ സംഗമങ്ങൾ കൂടുമ്പോ ഒരു പക്ഷെ ഇവിടെ ഉണ്ടാകാം ഇന്ന് ആദരിക്കപ്പെടുന്നതിൽ ഹിഫ്ള് ചെയ്ത കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഞാൻ കുറെ കാലം കിതാബൊക്കെ ഓതി അവസാനം അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് പരീക്ഷ ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഇതേപോലെ ഫൈദിയാകാനോ അല്ലെങ്കിൽ വേറെ ഉള്ളതാകാനോ പറ്റിയില്ല. ഇപ്പോഴും എൻ്റെ സങ്കടം എന്താണെന്നറിയോ? ഇപ്പോഴും എൻ്റെ സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ എന്നിട്ട് ഞാൻ പിന്നെ ഹൈദരാബാദിലെ നൈസാമി ബിരുദത്തിന്റെ ബുക്കൊക്കെ വാങ്ങിയിട്ട് അതിന്റെ പരീക്ഷയ്ക്ക് ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എൻ്റെ ഇപ്പോഴുള്ള ഒരു ദീനിയായിട്ടുള്ള പഠനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്നതാണ്. അതിന്റെ വക്ക് വരെ എത്തി പൂർത്തീകരണത്തിന്റെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സംഭവിച്ചില്ലല്ലോ എന്ന സങ്കടമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട പുലിപ്പാറ ഉസ്താദിന്റെ കുടുംബസംഗമത്തിന് വന്നു. ആ സമയത്ത് എന്നെ അതിശയിപ്പിച്ചത്, കേരളത്തിൽ ഇന്നേ വരെ അങ്ങനൊരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. ഈ കാര്യത്തില് 56 ഹാഫിളീങ്ങളെയാണ് ആ സദസ്സിൽ വെച്ചിട്ട് ആദരിച്ചത്. ഒരു ഉപ്പാപ്പാന്റെ മുഹമ്മദ് ലബ്ബ എന്ന് പറയുന്ന 12 മക്കളിലെ ആ മക്കളിൽ നിന്ന് വന്നിട്ടുള്ള തലമുറകളിലെ 56 ഹാഫിളീങ്ങളെയാണെന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ആദരിച്ചത്. അവിടെ മുഖ്യപ്രഭാഷകനായിട്ട് ഈ വിനീതനെയാണ് ക്ഷണിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന നമ്മുടെ മക്കളെ ദീനീപരമാക്കി മാറ്റുക. എല്ലാവരെയും ഹാഫിളാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ സാധിച്ചില്ലായിരിക്കാം. എല്ലാവരെയും പണ്ഡിതനാക്കാൻ സാധിച്ചില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മക്കൾ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും, നമ്മുടെ മക്കൾ കളക്ടർ ആയാലും നമ്മുടെ മക്കൾ സയന്റിസ്റ്റ് ആയാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി മാറുക. അതിനുവേണ്ടി തർബിയത്ത് നമ്മൾ കൊടുക്കുക എന്നതാണ്. ഇപ്പൊ നമ്മുടെ മക്കൾ ഡോക്ടറായി എന്ന് വെക്കുക. ആ സമയത്ത് മനുഷ്യരോട് നല്ല ബന്ധമുള്ള ആളുകളായി ഡോക്ടേഴ്സാക്കി മാറ്റണം. അല്ലാതെ ബന്ധമില്ലാതെ ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാക്കി മാറ്റരുത്. നല്ല രീതിയിൽ ജനങ്ങളോട് സമ്പർക്കമുള്ള ആളായിരിക്കണം നമ്മുടെ മക്കളായ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് സിംബോളിക്കായിട്ട് കണ്ടു നോക്കൂ. ആ സമയത്ത് ഒരു പാവം മനുഷ്യൻ ഒരു നാരായണൻകുട്ടിയേട്ടനാന്ന് വിചാരിക്കും. നമ്മുടെ സമൂഹത്തിൽപ്പെട്ടതിൽ സമുദായത്തിൽപ്പെട്ടതിൽ ഒരു പാവം ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം വന്നുകൊണ്ട് ഡോക്ടറായ നമ്മുടെ മോനോട് പറയാണ്, ഡോക്ടറെ ഈ നാളെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് എൻ്റെ മോനെയാണ്, ഞങ്ങൾക്ക് ആരുമില്ല കേട്ടോ, ഞങ്ങൾക്കാകെ ഈ മോനേ ഉള്ളൂ എന്ന് പറയുമ്പോ ആ പാവം നാരായണേട്ടന്റെ തോളത്ത് തട്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഇന്ന് രാത്രി സ്പെഷ്യലായി നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരു ഡോക്ടറായി നമ്മുടെ കുട്ടികൾ മാറണം. എന്നിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റിട്ട് നാളെയുടെ ഓപ്പറേഷന് വേണ്ടി അതിന്റെ ശക്തിക്ക് വേണ്ടി ചോദിക്കുന്ന ഡോക്ടറായി നമ്മുടെ ആള് മാറണം. നാരായണൻകുട്ടിയേട്ടന്റെ മോനാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് ഈ മനുഷ്യ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഡോക്ടറായി നമ്മുടെ ഡോക്ടറായ സർജനായ ഡോക്ടർ മാറണം. എന്നിട്ട് രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോ ഇതേപോലെ കരഞ്ഞുകൊണ്ട് നാരായണൻകുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാകും. ആ സമയത്ത് തോളത്ത് തട്ടിയിട്ട് പറയണം, ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട, ദൈവത്തിന്റെ കരങ്ങളിലാണല്ലോ എല്ലാം ഉള്ളത് എന്ന് പറഞ്ഞ സാധുവിനെ ആശ്വസിപ്പിച്ചിട്ട് വേണം നമ്മുടെ മക്കൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ. എന്നിട്ട് ഓപ്പറേഷൻ തുടങ്ങുമ്പോഴും അതേപോലെ പ്രാർത്ഥിച്ചേക്കണം, അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് പറഞ്ഞാൽ, നീയല്ലാതെ ഷാഫിയില്ല അല്ലാഹുവേ, എനിക്കൊന്നിനും ചെയ്യാൻ കഴിയില്ല, ജീവൻ നിന്റെ കരങ്ങളിലാണ്, വശ്ഫി നീ ശിഫയാക്ക്, ഒരിക്കലും നീയല്ലാതെ ഷാഫിയില്ല എന്ന് പറയാണ്. ആളുകൾക്ക് പ്രയാസങ്ങൾ വരുത്തുന്ന അല്ലാഹുവേ വശ്ഫി നീ ശിഫയാക്ക്, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ, നിന്റെ ശിഫയല്ലാതെ ഒരു ശിഫയുമില്ല, ഞാനൊരു പാമരനായ ഡോക്ടർ മാത്രമാണ്, എന്റെ കരങ്ങളിലല്ല ജീവൻ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അതിന്റെ ബാഹ്യാർത്ഥമല്ല, ബാഹ്യാർത്ഥം അതിന്റെ ആന്തരികാർത്ഥം അങ്ങനെയാണ്, അതിന്റെ ഹക്കീക്കത്തായ അർത്ഥം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. ആ വിശ്വാസത്തോട് കൂടിയിട്ട് ദാ ഇങ്ങനെ നാരായണൻകുട്ടിയേട്ടന്റെ അഭിലാഷ് എന്ന് പറയുന്ന മകന്റെ, ഞാനൊരു ഉദാഹരണം പറയാം, അഭിലാഷ് എന്ന് പറയുന്ന മകന്റെ നെഞ്ചത്തിലൂടെ ബ്ലേഡ് പായിക്കുമ്പോ അതിന്റെ ഉള്ളിലൂടെ മാലാഖമാരെ പറഞ്ഞയക്കാൻ കഴിവുള്ളവനാണ്
ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി എന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുക എന്നതാണ്. ആ ഒരു രൂപത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ഉമ്മ, നമ്മളെന്ന് പറയുന്ന ബാപ്പ ഏറ്റവും ശക്തന്മാരാകും. നമ്മൾ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് വിട്ടേക്കാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ശ്രമിച്ചിട്ടും മകനെ കിട്ടിയില്ല, അത് വേറെ കഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഇപ്പൊ ഒരു തീസ്റ്റ് ചോദിക്കാന്ന് വിചാരിക്കുക. ഇവിടുത്തെ കുട്ടികളോടെ ഞാൻ പറയുന്നത്, കാരണം ഇത് അങ്ങനത്തെ ഒരു മഹാനുഭാവന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രസ്റ്റിന്റെ കുടുംബ സംഗമമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടികൾ പോലും മോശമായ ഒരു പ്രവണതയിലേക്ക് പോകരുത്. എന്താ മോശമായ പ്രവണത? മിസ്റ്റേക്കുകളാകാം, മിസ്റ്റേക്ക് ചിലപ്പോൾ വരാം, പക്ഷെ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് ഈസ് നോട്ട് എ മിസ്റ്റേക്ക് ബട്ട് ഡസന്റ് ഗെറ്റ് എനി ലെസൺസ് ഫ്രം ദാറ്റ് മിസ്റ്റേക്ക് ഈസ് എ ബിഗ് മിസ്റ്റേക്ക് എന്നാണ്. മിസ്റ്റേക്ക് ഒരു മിസ്റ്റേക്ക് അല്ല, പക്ഷെ ആ മിസ്റ്റേക്കിൽ നിന്നും നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതൊരു വലിയ മിസ്റ്റേക്കാണ്, അത് വലിയ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ കോളേജിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരേപോലെ ദീനി സ്ഥാപനത്തിലല്ല പഠിക്കാം. ചിലപ്പോൾ കോളേജിലേക്ക് പോകും. നിങ്ങൾ MBBS പോവാണ് ഉദാഹരണത്തിന്. അവിടെ നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അല്ലെങ്കിൽ തേർഡ് ഇയർ ആകുമ്പോൾ അവിടെ ഒരു ആൺകുട്ടിയെ കണ്ടുമുട്ടി. ആ കുട്ടിയോട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇഷ്ടം തോന്നി, ഉദാഹരണം പറയാണ്, ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇഷ്ടം ചിലപ്പോൾ തോന്നാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിനെ മിസ്റ്റേക്കിലേക്ക് കൊണ്ടുപോകരുത്, ബിഗ് മിസ്റ്റേക്കിലേക്ക് തീരെയും കൊണ്ടുപോകരുത്. അവൻ്റെ കൂടെ സഞ്ചരിച്ച് എവിടെയെങ്കിലും പോയി ജ്യൂസൊക്കെ കുടിച്ച് എങ്ങനെയെങ്കിലും അപദാനത്തിൽ സംഭവിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മോശപരമായ ഒരു രീതിയിൽ സഞ്ചരിച്ച് അങ്ങനെ നമ്മൾ സഞ്ചരിക്കരുത്. പകരം അഥവാ അങ്ങനെ ഒരു PG കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ, നല്ലൊരു മാന്യനായ ഒരാളോട് നിങ്ങൾക്ക് ചെറിയൊരു ഇഷ്ടം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ പ്രാക്ടിക്കലി പറയാൻ, തോന്നിക്കഴിഞ്ഞാൽ അത് പിതാവിനെ വന്ന് അറിയിച്ചേക്കണം. എൻ്റെ ക്യാമ്പസിൽ ഇങ്ങനൊരു മോനുണ്ട്, അവനെ ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, കാര്യമൊന്നുമില്ല, എനിക്ക് ചെറിയൊരു ഇഷ്ടം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നു, ഉപ്പ നിങ്ങളൊന്ന് ഇടപെടുമോ എന്ന് ചോദിച്ചാൽ ഉപ്പമാരായ നമ്മളും തന്നെ എന്താക്കരുത്, അതിന് ഭയങ്കര ഒരു മർക്കട മുഷ്ടിയായിട്ട് കാണുകയും ചെയ്യണം. വഴികെട്ട് പോകാത്ത അബദ്ധസഞ്ചാരത്തിൽ നിന്ന് എവിടെയോ തോന്നിയ ഒരു ഇഷ്ടത്തിനെ പിതാവിനോട് അവതരിപ്പിച്ചു എന്നതിൻ്റെ പേര് നമ്മൾ മോശമായിട്ട് കാണണ്ട. അങ്ങനെയുള്ള വഴികളൊക്കെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കല്ല, മാക്സിമം അത്ര വരെ ചെയ്യാമെന്നതല്ലാതെ നമ്മളൊരിക്കലും ഒരു ഇന്നത്തെ കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് ഇന്ന് ലിബറലിസമാണ്, എക്സ്ട്രീം ലിബറലിസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലെ ഒരു കുട്ടിയും അതിലേക്ക് ആ ദിശയിലേക്ക് പോകരുത്. എക്സ്ട്രീം ലിബറലിസ്റ്റുകളുടെ കഥ നിങ്ങൾക്കറിയാലോ. എല്ലാവരും കൂടി ഇരിക്കുന്നത് കൊണ്ട് അധികം ഉച്ചത്തിൽ പറയാൻ ഒരു മടിയുണ്ട്, എന്നാലും ചില സംഭവങ്ങൾ പറയാം. എവിടെ എത്തി ലിബറലിസ്റ്റുകൾ എത്തി? എക്സ്ട്രീം ലിബറലിസ്റ്റുകൾ എവിടെയാണ്? അവരുടെ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ആ ലോകത്തേക്കാണോ? ഈസ് ഇറ്റ് നിയോ ലിബറലിസം? ഇതാണോ നിയോ ലിബറലിസം എന്ന് നിങ്ങൾ പറയുന്നത്? എന്താ ലിബറലിസ്റ്റുകൾ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉമ്മാക്ക് അല്ലെങ്കിൽ ഒരു അമ്മക്ക് മകനോട് മോശമായൊരു തോന്നൽ തോന്നി, അപ്പൊ അമ്മക്ക് മോനോട് ആവശ്യപ്പെടാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ആവാൻ? പറയാൻ തന്നെ നമുക്ക് മടിയുണ്ട്. ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിനെന്താ കുഴപ്പമൊന്നും. ഒരമ്മക്ക് തോന്നുകയാണ് മോനോട് മോശമായി ഇങ്ങനെ ഒരു ബന്ധത്തിലാകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മയുടെ ഇഷ്ടമാണ്, മോന്റെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ലിബറലിസ്റ്റുകളുടെ നേതാക്കൾ പറഞ്ഞത് കേൾക്കാനാണോ നമ്മൾ നിൽക്കുന്നത്? നിങ്ങൾ പറ, എത്ര മ്ലേച്ഛമായ ലോകത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞിട്ടുണ്ടോ? പവിത്രമായ മാതൃത്വം, നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ മാതൃത്വം, മാതാവിന്റെ കണ്ണുനീരൊലിക്കരുത് എന്ന് നമ്മളോട് പഠിപ്പിച്ച മതം, മാതാവിന്റെ നേരെ ഒരിക്കലും നിങ്ങൾ ഉഫ് എന്ന വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുത്. വലാ തഖുല്ലഹുമാ ഉഫിൻ, ഒരിക്കലും ഉഫ് എന്ന വാക്ക് പോലും ഖുർആനാണ്. വലാ തഖുല്ലഹുമാ ഉഫിൻ. രണ്ടുപേരിൽ ഒരാളുണ്ടല്ലോ, വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, അവരോട് രണ്ടുപേരോടും ഉഫ് എന്ന് പറഞ്ഞ ഛേ എന്ന വാക്കാണ്. ഇതെന്താ ഇങ്ങനായത്, അതെന്താ അങ്ങനായത് എന്ന് പോലും ചോദിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. വഹ്നുൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളെ ചുമന്നത് എന്ന് മാതാക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഖുർആൻ. അതുകൊണ്ട് അങ്ങനെയുള്ള മാതാക്കൾക്ക്, പിതാക്കൾക്കൊക്കെ ജനാഹദ്ദുൽ, കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ പറഞ്ഞ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തകർത്തെറിഞ്ഞിട്ട് മോശമായ മ്ലേച്ഛമായ ഒരു പടുകുഴിയിലേക്ക് കൊണ്ടുപോകുന്ന നിയോ ലിബറലിസത്തിൽ നമ്മൾ എന്തിനു പോകണം? ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകളെ കൊണ്ടുവരണ്ട, അത്തരത്തിലുള്ള ചർച്ചകളെ. ചില ആൾക്കാർ ചോദിക്കാണ്, പിന്നെ ഇതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹിനെ സൃഷ്ടിച്ചത് ആരാണ്? ചില ചോദ്യങ്ങൾ തന്നെ ഈ ലോകത്തിൽ ഇല്ലാത്ത ചോദ്യമാണെന്ന്. ഞാൻ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കട്ടെ, സോണിയാഗാന്ധിയുടെ ഭർത്താവാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ഭർത്താവ് ആരാ? നിങ്ങൾ പറയും, നിങ്ങൾ പറയുന്നു. ഞാൻ എന്താ ചോദിച്ചത്? സോണിയാഗാന്ധിയുടെ ഭർത്താവാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ഭർത്താവ് ആരാണ്? ഇറ്റ്സ് എ ബ്ലണ്ടർ ക്വസ്റ്റ്യൻ.
കാരണം അങ്ങനൊരു ഭർത്താവില്ല. ഇതേപോലെ ശിഷ്ടാവിന്റെ ശിഷ്ടാവ് ആരാന്നുള്ളൊരു ചോദ്യമേ ബ്ലണ്ടറാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? ഞാൻ കേവലം ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചത്. ഇതേപോലെ ചോദ്യങ്ങളില്ലാത്ത, ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുണ്ട്. ചോദ്യമേ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമുണ്ട്. അതിൽപ്പെട്ട ഒരു കേവല ചോദ്യമാണ് ഞാൻ ഈ ചോദിച്ച ചോദ്യം. സോണിയാഗാന്ധിയുടെ ഭർത്താവിന്റെ പേര് ആരെന്നാണ്? രാഹുൽ ഗാന്ധി എന്നാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഭാര്യ ആരാന്ന് ചോദിക്കാം, രാഹുൽ ഗാന്ധിയുടെ ഭർത്താവ് ആരാന്നുള്ള ചോദ്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതേപോലെ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിന് ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ പിന്നെ ഇത് സൃഷ്ടാവല്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സൃഷ്ടാവിനൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സൃഷ്ടാവുക? അത് സൃഷ്ടിയല്ലേ ആവുക? സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നവനാണ്. എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നവനാണ്. ആ സൃഷ്ടാവിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം, അങ്ങനെ തന്നെ പോകണം, അങ്ങനെ തന്നെ പോകണം. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച്. ഞാനത് ആവർത്തിച്ചു പറയല്ല, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു പോയിട്ട് കുറെ വർഷങ്ങളായി, പക്ഷെ പറയാതെ നിവൃത്തിയില്ല എന്നതുകൊണ്ട് ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ അരികിലേക്ക് ഒരു IIT-കാരനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. അവിടെ നിന്ന് M.Tech കഴിഞ്ഞ പയ്യനാണ്. എൻ്റെ അടുക്കലേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന അവൻ എത്തിയിസ്റ്റാണ്, ഡിങ്കോയിസ്റ്റുമാണ്. എത്തിയിസ്റ്റ് മാത്രമല്ല, ഡിങ്കോയിസ്റ്റുമാണ്. ഡിങ്കനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. കേരളത്തിലുണ്ടത്, ഡിങ്കോയിസം. കഥാസ്വാം ചിത്രീകരണം ബേബി. നമ്മൾ ചെറുപ്പത്തിലൊക്കെ വായിച്ചിരുന്ന കഥയാണ് എന്ത്, ഡിങ്കൻ അല്ലേ? കഥാസ്വാം ചിത്രീകരണം ബേബി. ചിത്രീകരണം ബേബി എന്ന് പറഞ്ഞ ആൾ തന്നെ കഥ സോമുമാണ്. അതിനെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഡിങ്കോയിസമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, അതുമാണ്. ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്തല്ല. അവൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അവൻ ഭയങ്കരമായിട്ട് ദൈവത്തെ എതിർത്തുകൊണ്ട്, പടച്ചവനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയാണ്. അവൻ്റെ പിതാവാകട്ടെ അത്യാവശ്യം ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുമാണ്, നല്ലൊരു ബിസിനസ്സുകാരനുമാണ്. അവൻ എന്നോട് പറഞ്ഞു, ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി സാർ, ഞാൻ എവിടെയും കൊണ്ടുപോകാൻ ബാക്കിയില്ല, അവസാനം നിങ്ങളടുത്ത് കൊണ്ടുവന്നതാണ്, കുറെ മുമ്പാണ്. അപ്പൊ അവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഒരു 1.5 മണിക്കൂറോളം ദൈവനിന്ദയെക്കുറിച്ചിട്ട്, പടച്ചോനില്ല എന്നതിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ, അങ്ങനെ പറഞ്ഞു 1.5 മണിക്കൂർ ഞാൻ അങ്ങനെ കേട്ടിരുന്നു. കാരണം കൗൺസിലിങ്ങിന്റെ ഏറ്റവും വലിയ ധർമ്മം കേട്ടിരിക്കുക എന്നതാണ്. അതിലിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ചാനലൈസേഷൻ നടത്താം. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ നിങ്ങൾ എന്താ മിണ്ടാത്തത്, നിങ്ങളെന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞു, മോനെ നീ പറഞ്ഞു കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു, മോനെ സയൻസിനൊന്നും പിടുത്തം കിട്ടാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്, സയൻസിന് ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത. ഈ അടുത്തിടെ കഴിഞ്ഞൊരു 1 മാസം മുമ്പാണ് നമ്മുടെ ഇസ്രോയുടെ അഥവാ ISROയുടെ ചെയർമാൻ ഒരു കാര്യം പറഞ്ഞ്, അത് വീഡിയോയിലുണ്ട്. അഥവാ നമ്മുടെ ഇന്നത്തെ സയന്റിസ്റ്റുകളുടെ നേതാവാണ്. അദ്ദേഹം പറയുന്നത്, അഥവാ മനുഷ്യൻ സിംഗിൾ ഡയമെൻഷനിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അധികം ചിന്തിക്കാനൊന്നും മനുഷ്യന് കഴിയില്ല. 4 ഡയമെൻഷനിലേക്ക് എത്തിയാൽ മാത്രമേ കുറച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 4 ഡയമെൻഷനിൽ ചിന്തിക്കാനാകുമ്പോഴേക്കും മനുഷ്യൻ വേറൊരു കോലത്തിലേക്ക് ആയിപ്പോകും. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അവസ്ഥയെക്കുറിച്ചിട്ട് പൂർണ്ണമായി ചിന്തിക്കാൻ സിംഗിൾ ഡയമെൻഷനിലോ അല്ലെങ്കിൽ ഡ്യുവൽ ഡയമെൻഷനിലോ ജീവിക്കുന്ന ഒരാൾക്ക് കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറയുന്നുണ്ട്. അത് പറയുന്നത് സാധാരണ ഒരാളല്ല, അത് പറയുന്നത് സയന്റിസ്റ്റുകൾ എന്നത്തെ നേതാവാണ് ഇന്ത്യയിലെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആ കുട്ടി അത് അന്ന് പറഞ്ഞില്ല, കാരണം അത് ഇപ്പോഴല്ലേ പറഞ്ഞത് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ സയൻസിന് പിടുത്തം കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അവനത് ആദ്യം നിഷേധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുതല്ലോ, ഞാൻ അവനോട് പറഞ്ഞത് പറയാം, കാരണം അത് ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മൂത്ത മകൻ ഏകദേശം 1.5 വയസ്സുള്ളപ്പോ കിണറ്റിലേക്ക് വീണു. കിണറ്റിലേക്ക് വീഴാനുള്ള കാരണം എന്താണെന്നാണ്, ഇങ്ങനെ പട്ടിക ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പട്ടികയിലേക്ക്, ഞാനിതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നും കൂടി ആവർത്തിച്ചു പറയാമെന്ന് മാത്രം. ആ പട്ടികയിൽ പോയിട്ട് പിടിച്ചതാണ്. 1.5 വയസ്സാകുമ്പോൾ എങ്ങനല്ലേ നടക്കുക, നേരെ അങ്ങോട്ട് പോയിട്ട് വീണു. വീണ ഉടനെ തന്നെ ഭാര്യ ഒരു ഭാഗത്ത് വീഴുന്നു, ഉമ്മ ഭയങ്കരമായിട്ട് കരയുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭം. 1.5 വയസ്സേ ഉള്ളൂ. 17 കോലാണ് ഈ കിണറിന്റെ ആഴം, 5 കോല് വെള്ളവുമാണ്. വലിയ ആൾക്കാരെ മുങ്ങി മരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്താണ് ഈ കുട്ടി വീഴുന്നത്. കുട്ടിയാകട്ടെ പൊങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. പൊങ്ങിക്കിടക്കുന്ന അവിടെ പട്ടിക ഇതൊന്നുമില്ല, അതൊക്കെ പോയി. ആ കുട്ടി ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. പൊങ്ങിക്കിടക്കുമ്പോ അടുത്തുള്ള അയൽവാസിയായ കൗസുത്താത്ത വന്നിട്ട്, അവരൊന്നും ജീവിച്ചിരിപ്പുണ്ട്, അവര് വന്നിട്ട് പറയാണ്, എല്ലാം കഴിഞ്ഞ മക്കളെ എന്ന്. എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മരിച്ചിട്ടാണല്ലോ പൊങ്ങിക്കിടക്കുക. അതിലൊരുപാട് ആൾക്കാരെ കരച്ചിലായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ കൂടിയവർക്കാർക്കും കിണറ്റിലിറങ്ങാൻ അറിഞ്ഞുകൂടാ? ഈ സദസ്സിൽ കിണറ്റിലിറങ്ങാൻ അറിയുന്നവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. വെറുതെ കൈപ്പൊക്കരുതട്ടാ. ഇപ്പോഴും കിണറ്റിലിറങ്ങുമെന്ന് ധൈര്യമുള്ളവർ, മുമ്പ് ഇറങ്ങിയവരല്ല, ഇപ്പോഴും കിണറ്റിലിറങ്ങുന്ന ധൈര്യമുള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഇത്രയും വലിയ സദസ്സിൽ 4-5 ആൾക്കാരുള്ളൂ. ഇതിൽ എത്ര ആൾക്കാരുണ്ട്? അതിലാകെ 5 ആൾക്കാർ. അപ്പൊ എൻ്റെ അയൽവാസികളായ ഏകദേശം വരുന്ന 20 വീട്ടുകാർ വന്ന് ഓടി വന്നാൽ അതിൽ ആരാ ഉണ്ടാവും? അപ്പൊ ഇറങ്ങാൻ
ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. അതിനാ ഞാൻ ഇപ്പോൾ കൈപൊക്കിച്ചത്. ഇത്രയും ഈ ഹാള് നിറച്ചും ആൾക്കാരുണ്ടായിട്ടും 5 ആൾക്കാരേ ഉള്ളൂ കിണറ്റിലിറങ്ങാൻ പറ്റുള്ളൂ. അതും 17 കോലുള്ളടത്ത് ഇറങ്ങണം. വന്നവർക്ക് ആർക്കും ഇറങ്ങാൻ കഴിയൂല. അങ്ങനെ അതാകട്ടെ എല്ലാവരും ജോലിക്ക് പോയ സന്ദർഭം. 2 പിള്ളേർ വന്നു. അപ്പോഴേക്കും അവിടെ കയറില്ല. അടുത്ത വീട്ടിൽ പോയി, മനോജിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് കയറ് കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോഴേക്കും സമയത്ര കഴിഞ്ഞു. സയൻസിന്റെ വിധി പ്രകാരം 3 മിനിറ്റ് മാത്രമാണ് ഒരു കുട്ടിക്ക് എന്തിലേക്കുള്ളത്, ഇത് മരണത്തിലേക്കുള്ള വഴി. 3 മിനിറ്റ് കിടന്നാൽ മതി, മരിക്കും. 3 മിനിറ്റ് ഒരാൾക്ക് വെള്ളത്തിൽ കിടക്കാൻ പറ്റൂ. ചുരുക്കത്തിൽ എന്നെ ഫോണ് വിളിച്ച് വരുത്തി, ഞാൻ വണ്ടിയായിട്ട് വരുന്നു. ഭയങ്കരമായൊരു രംഗാണത്. കാരണം മൂത്ത മകനാണ്, ആകെ ഒരു കുട്ടിയാന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്, തിരിച്ചും മറിച്ചും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും എൻ്റെ മൂത്താപ്പൻ്റെ മകൻ ബീരാൻ എന്ന് പറയുന്ന ആളുണ്ട്. ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൂടെ ആരൊക്കെ കാറിലുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് ആദ്യം തന്നെ ഡോക്ടർ കുറെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി നോക്കുമ്പോൾ വെള്ളമൊന്നും പോകുന്നില്ല. കുട്ടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ആ സമയത്ത് സ്പൂണിൽ വെള്ളം എടുത്തിട്ട് എൻ്റെ മുമ്പ് നിന്ന് ആ ഡോക്ടർ ഇങ്ങനെ കൊടുക്കുന്നു. കുറേ ആൾക്കാർ കണ്ടു നിൽക്കാണ്. സ്പൂണിൽ വെള്ളം എടുത്ത് കൊടുത്തപ്പോൾ കുട്ടി അത് കുടിക്കുകയും ചെയ്തു. ഡോക്ടർ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഈ മോൻ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഈ കുട്ടി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് ഈ മോനോട് പറഞ്ഞു, മോനെ നീ പറ. ഈ IIT-കാരനോട് പറഞ്ഞു, നീ പറ, നിന്റെ IIT-യുടെ സയൻസ് പ്രകാരം ഏകദേശം 20ഓളം മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കിടന്ന കുട്ടി ഒരു തുള്ളി വെള്ളം പോലും കിടക്കാതെ കിടത്തിയിട്ടുള്ളൊരു ശക്തിയുണ്ടല്ലോ, അത് നീ സയൻസിൽ പഠിപ്പിച്ചു തരുമോ എനിക്ക്? അപ്പൊ അവൻ എന്നോട് ചോദിച്ച ചോദ്യം, ഈസ് ഇറ്റ് ട്രൂ, ഇത് സത്യമാണോ എന്നാണ്. ഞാൻ പറഞ്ഞത് സത്യമാണോ. തന്നെയല്ല, എൻ്റെ മൊബൈൽ നീ പിടിച്ചോ, എന്നിട്ട് എൻ്റെ മേൽപ്പത്തൂരിൻ്റെ എൻ്റെ തറവാട്ടിൽ പോയിക്കോ, എന്നിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള 20ഓളം വീടുകളുണ്ട്, ആ വീട്ടിലൊക്കെ പോയിക്കോ. ഏതെങ്കിലും ഒരു വീട്ടുകാരിത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനിത് പിൻവലിച്ചോളാം. ഇത് നമ്മൾ പ്ലെയിന് താത്തി എന്നൊക്കെ പറയുന്ന വിഷയം വരുമ്പോഴല്ലേ പ്രശ്നം. നേരെ മറിച്ചിട്ട് ഇത് വിഷയം അതല്ല. ഇത് 20ഓളം വീടുകളിൽ എന്താണ്, ഇത് ആളുകൾ സാക്ഷിയാണ്, ഐ വിറ്റ്നസ് ആണ്, കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിലുള്ള വിശ്വാസം, ഞാൻ അങ്ങനെ ഭയങ്കര വിശ്വാസിയാണെന്നല്ലേ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടുമ്പോഴേ നമുക്ക് മനസ്സിലാകൂ അള്ളാഹു ഉണ്ടെന്ന്. തൗഹീദ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം ആദ്യം ഉണ്ടാകണം. ആ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിവുള്ളൂ എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അവൻ സൃഷ്ടിച്ചതാണ് വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ആ വസ്തുക്കളുണ്ടല്ലോ, ആ ശക്തികളുണ്ടല്ലോ, തീ എന്ന ശക്തി പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ തീയിലേക്ക് എടുത്തിടാൻ വേണ്ടി പോകുമ്പോ ആ തീ, അല്ലാമ ഇക്ബാലിന്റെ കവിത അവിടെയും വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളുടെ ഇബ്രാഹിം തീയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വന്നപ്പോ നിങ്ങളെയും മാറ്റി നിർത്തിയപ്പോ നിങ്ങൾ പോലും അന്തിച്ചു പോയില്ലയോ എന്ന് ചോദിക്കുന്ന വരികളുണ്ട്. ഖുർആൻ പറയുന്ന സംഭവമുണ്ട്. ആ തീയിലേക്ക് എടുത്തെറിയാൻ വേണ്ടി പോകുമ്പോഴാണ് ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്ന വാക്കെന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ആ തീയിനെ ഭയമില്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മാറി നിൽക്കും ജിബ്രീൽ, നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. Because you are the creation of Allah. നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്ക് എൻ്റെ അല്ലാഹു മാത്രം മതി. ആ സമയത്താണ് അല്ലാഹു മലക്കുകളെ പോലും മാറ്റി നിർത്തിയിട്ട് ഖുൽനാ യാ നാറു കുനി ബർദം വ സലാമൻ അലാ ഇബ്രാഹിം, നാം തീയിനോട് പറഞ്ഞ സന്ദർഭം. അങ്ങനത്തെ വാക്കുകൾ ഖുർആനിൽ അധികം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല. ഖുൽനാ, നാം പറഞ്ഞു, യാ നാറു കുനി ബർദം വ സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് നീ തീയെ രക്ഷയും അതേപോലെ തന്നെ തണുപ്പുമാവുക എന്ന് നാം തീയിനോട് പറഞ്ഞ സന്ദർഭം. വിത്തൗട്ട് മലായിക, വിത്തൗട്ട് ഇൻസാൻ, വിത്തൗട്ട് ജിൻ, ആരുമില്ലാത്ത ഒരു സന്ദർഭം. അതുകൊണ്ട് ഖലീഫയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലാക്കി മാറ്റി. ആരെ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആരും എനിക്ക് വേണ്ട, വസ്തുക്കളും വേണ്ട, വ്യക്തികളും വേണ്ട, ശക്തികളും വേണ്ട, അവസ്ഥയും വേണ്ട, only Allah എന്നുള്ളൊരവസ്ഥയിലേക്ക് തിരിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി പറയുകയല്ല. ഈ ഒരു വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. എനിക്ക് എൻ്റെ അല്ലാഹു മതി എന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി മാത്രം മതി എന്നത്, വിശ്വാസമേ മാത്രം അങ്ങേയറ്റം സ്നേഹിച്ചാൽ മതി എന്നത്, വേറൊരു കളിക്കാരൻ്റെയോ വേറൊരു ലോകത്തിൻ്റെയോ വേറൊരു ഹീറോയുടെയോ ഒരു ഹീറോയിസം എനിക്ക് വേണ്ട എന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതം തന്നെ സാർത്ഥകമായി. ആ ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി ആ ഏകനായ അള്ളാഹുവിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ അങ്ങേയറ്റം സ്നേഹിക്കാനും നമുക്ക് പറ്റണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ദീനീപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഓരോരോ ടെസ്റ്റുകൾ നമ്മളോട് വരുമ്പോഴും പ്രിയപ്പെട്ട കുട്ടികളെ, അതിൻ്റെ മറുപടികൾ നിങ്ങൾ കണ്ടെത്തണം. എല്ലാറ്റിനും മറുപടി പറയാൻ ഇപ്പോൾ പറ്റിയ സന്ദർഭമല്ല. ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റെ സുന്ദരമായ മറുപടിയുണ്ട്. അതിൻ്റെ ദീനിൻ്റെ ആഴത്തിലേക്കുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അത്ര സ്പീച്ചസ് നിങ്ങൾ കേൾക്കണം. ലോകത്തിലെ ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അതിമനോഹരമായി. നിങ്ങൾ ഈ പറയുന്ന എത്തീസത്തിന്റെ അങ്ങേ തല പോയിട്ട് വീണ്ടും അവർ തിരിച്ചു വന്നിട്ട് പിന്നെ സംസാരിക്കുന്ന സംസാരങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അവർ എത്തീസ്റ്റുകളായിരുന്നു ചില സമയങ്ങളിൽ. അതെല്ലാം പിന്നെ മാറിയിട്ട് അവസാനം ദീനിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഇവിടുത്തെ സാധാരണ എത്തീസ്റ്റുകളൊന്നുമല്ല അവരൊന്നും എത്തീസത്തെ ഫിലോസഫിയായി കൊണ്ടുവന്ന് ലോകത്തിലേക്ക് മുഴുവനും വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. പക്ഷെ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു. ഇംഗ്ലീഷ് അറിയുന്നവർ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യ്. അങ്ങനെ നമ്മൾ ആഴമേറിയ പഠനത്തിലേക്ക് അല്ലാതെ വെറുതെ വ്യതിചനത്തിലേക്ക് പോകരുത്. ക്യാമ്പസുകൾ, നമ്മൾ ഏത് ക്യാമ്പസിലെത്തിയാലും അവിടുത്തെ കുട്ടികൾക്ക് അതിമനോഹരമായി മൂല്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ കുടുംബത്തിലെ കുട്ടികളായിരിക്കണം. ഈ കുടുംബത്തിലെ കുട്ടികൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് ഇവിടെ പഠിക്കുകയാണ്, എയിംസിൽ നല്ല റാങ്കുകാരിയായി കേരളത്തിൽ നിന്ന് പോയതാണ്. ഒരു റമദാനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിൻ്റെ മോളാണ്, ബക്കർ കെയുടെ മകൾ. അവൾ വിളിച്ചിട്ട് പറഞ്ഞു, സുലൈമാൻ ക, ഞാനാണ് ഇവിടെ ഡൽഹി എയിംസിൽ പെൺകുട്ടികൾക്ക് തറാവീഹിന് ഇമാമത്ത് നിൽക്കുന്നത് ഞാനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടി വളരെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളും അങ്ങനെയാകട്ടെ. എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന, എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായി നമ്മുടെ മക്കൾ മാറട്ടെ. സ്നേഹം അത് നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ ഉണ്ടാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പ്രണയമുണ്ടാകണം നമുക്ക്. ഇപ്പൊ നമ്മൾ ഹായ് വിടുന്നത് ആർക്കോ ആണ്. ഹായ് ഭാര്യക്ക് വിടാനും കൂടിയുള്ളതാണ്. ഹായ് ഭാര്യ ഇങ്ങോട്ടും വിടാനുള്ളതാണ്. നമ്മൾ ഭാര്യക്ക് മാത്രം ഹായ് വിടൂല. നേരാണ്ട് വിളിച്ചിട്ട് പറയും, ചോറ് വെച്ചിട്ടുണ്ടോ, വിളമ്പിയിട്ടുണ്ടല്ലോ, ഇത് വയ്ക്കാൻ വരുന്നു. ഇങ്ങനെയല്ല ഭാഷ. ഞങ്ങൾ പഠിപ്പിക്കല്ലോ കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. പ്രണയത്തിന്റെ ഭാഷയുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് മവദ്ദത്ത് എന്ന പ്രയോഗമാണ്. പരസ്പര പ്രണയത്തിലാക്കി എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം സ്നേഹത്തിലാക്കി. ആ സ്നേഹമാണ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. യാത്രകൾ ഒരുപാടുണ്ട്. ആ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് ഭാര്യ ഭർത്താവും മാത്രമുള്ളൊരു യാത്ര. മക്കളൊക്കെ ഏട്ടത്തിലെ വീട്ടിലാക്കിയിട്ട് അവരെ കൂടെ നിങ്ങൾ ഇഷ്ടംപോലെ യാത്ര പോണതാണ്. അവരൊക്കെ വീട്ടിലാക്കിയിട്ട് ഭർത്താവിൻ്റെ കയ്യും പിടിച്ചോണ്ടൊരു പോക്ക്. സുന്ദരമായ യാത്രയാണ്, കപ്പിൾസ് ജേണി. നമ്മളെ നടത്തലില്ല അല്ലേ? പക്ഷെ ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹി നടത്തിയിരുന്നു. അങ്ങനെ ഓട്ട മത്സരം നടത്തിയിരുന്നു. ആദ്യ പ്രാവശ്യം റസൂലുള്ളാഹി ജയിച്ചു, രണ്ടാമത്തെ തവണ തോറ്റുകൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബിവിയോട് പറയാണ്, മോളെ ഫാത്തിമ, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ തവണ തോറ്റു തന്നു എന്ന്. ഇതൊക്കെ എന്ന് നടന്നതാണ്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ നടന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ 10.5 വർഷം റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയായിട്ട്, വളർത്തുമോനാണ്, കുട്ടിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് ഉഫ് എന്നൊരു വാക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഛേ എന്നൊരു വാക്ക് പോലും, എന്തടാ മോനെ നീ അങ്ങനെ ചെയ്ത് എന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കുസൃതിയായിരുന്നു, ഞാൻ വികൃതിയായിരുന്നു, എന്നിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറയാണ്. കാരണം ആ സ്നേഹത്തോടു കൂടിയിട്ടുള്ള തിരുത്തായിരുന്നു കൊടുത്തിരുന്നത്. അവിടെ നമ്മൾ മക്കളോടുള്ള ബന്ധം, ചിലപ്പോഴൊക്കെ തോറ്റുകൊടുക്കൽ എന്തൊരു രസാന്നറിയോ? അധികം നീട്ടിക്കൊണ്ടു പോകാതെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തോറ്റുകൊടുക്കൽ എന്തൊരു രസമാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടു. അത് ഏതിൻ്റെ ഭാഗത്തുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഹാം റെസ്ലിംഗ് നടക്കുകയാണ്. ഒരു നല്ല സുന്ദരമായ പഞ്ചഗുസ്തി. അതിൽ ജയിക്കാൻ പോവാണ്. ഫൈനലിലെ ആള് ആരോ ആകട്ടെ, വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല. പഞ്ചഗുസ്തി ഇങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. ആ സമയത്ത് എതിരാളിയായ ആള് സാധാരണ പഞ്ചഗുസ്തി നടക്കുമ്പോൾ കണ്ണിലേക്കാണ് നോക്കേണ്ടത് അല്ലേ? നമ്മളൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ നടത്തിയിട്ടുണ്ടാവും. ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈ ഇങ്ങനെ ചലിപ്പിക്കണ്ടേ. പക്ഷേ ആ സമയത്ത് ഈ പാവം എതിരാളി തോൽക്കാൻ പോണ ആള് ഒരൊറ്റ നോട്ടം ആൾക്കൂട്ടത്തിലേക്ക്, ദയനീയമായ നോട്ടം. ആ നോട്ടം അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ റെസ്ലിങ്ങിൽ ജയിക്കാൻ പോണ ആള് അങ്ങോട്ടൊന്ന് നോക്കി, എന്താ അങ്ങോട്ട് നോക്കണമെന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് വികലാംഗനായ ഒരു കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
പിതാവിന്റെ ജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വികലാംഗനായ ഒരു മോൻ. ആ സമയത്ത് ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇയാൾ ജയിക്കുമായിരുന്നിട്ട് ഇങ്ങനെ തോറ്റു കൊടുക്കുകയാണ്. ആ തോറ്റു കൊടുക്കുന്ന സമയത്ത് ഇയാൾ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ നോക്കുന്നുണ്ട്. എന്തിനെങ്കിലും ഒരു സീനായിരിക്കാം, പക്ഷെ ഞാൻ ആ സീന് പറയല്ല. സംഭവം എന്തെന്ന് ചോദിച്ചാൽ അതൊരു വല്ലാത്തൊരു ധർമ്മബോധമാണ്. ആ കുട്ടിയുടെ പിതാവിന് തോറ്റുകൊടുക്കാൻ ആ കുട്ടി അപ്പൊ ചാടിക്കളിക്കാണ്. ആ ഒരു ചാടിക്കളിക്കലാണ് എൻ്റെ വിജയത്തെക്കാൾ വലിയ വിജയമെന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലയിടത്തെല്ലാം തോറ്റുകൊടുക്കൽ വല്ലാത്തൊരു ജയമാണ്. ആ തോറ്റുകൊടുക്കൽ വല്ലാത്തൊരു ജയമാണ്. ലോകത്തില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഓട്ട മത്സരമുണ്ട്. ഓടി ഓടി ലാസ്റ്റ് 2 ആള് മാത്രമേ ഉള്ളൂ. ആ 2 ആളിൽ ഒരാൾ ജയിക്കാൻ പോവാണ്. അപ്പൊ തൊട്ട് ബാക്കിലുള്ള ആളുടെ കാല് കേടന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനെ തിരിച്ചു വന്നിട്ട് അയാളെ ഇങ്ങനെ പിടിച്ചിട്ട് ഓടിയിട്ട് തന്നേക്കാൾ മുമ്പിലേക്ക് ഇങ്ങനെ എടുത്തെറിയുന്ന ഒരു ഓട്ടമുണ്ട്. ലോകത്തിൽ ജയിച്ചവരുടെ കഥ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഇയാളെ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന, അങ്ങനെ 1-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ആ കളിക്കാരനെയാണ്, ആ ഓട്ടക്കാരനെയാണ് എന്നും ലോകം ഓർക്കുന്നത്. ആരാന്നൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോഴൊക്കെ തോറ്റുകൊടുക്കൽ ലോകത്തിലെ ഉന്നതമായ വിജയമാവും. ജ്യേഷ്ഠന്റെ മുമ്പിൽ, അനുജന്റെ മുമ്പിൽ, സുഹൃത്തുക്കളുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിലും സ്നേഹത്തോടു കൂടി നിൽക്കലാണ്, പാരസ്പര്യത്തോടു കൂടി നിൽക്കലാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് ഉമ്മാമ്മമാരുണ്ടാകും. ഉമ്മാമ്മമാരെ ശ്രദ്ധിച്ചിട്ട് ഇവിടെ നിങ്ങളൊരു ചിലപ്പോൾ ഒരു പുടവ അണിയിക്കും, എന്നിട്ട് നല്ല ആദരിച്ചു എന്ന് പറയും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മരുമക്കള് അവരെ വല്ലാണ്ട് ഇടങ്ങേറാക്കുന്നെങ്കിൽ പിന്നെ ഈ ആദരത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ഉമ്മാമ്മമാർക്ക് ഏറ്റവും വലിയ ആദരം കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. ഇന്ന് പല ആൾക്കാരും, ഞാൻ അടക്കമുള്ള ആളുകൾ, ഒരു പക്ഷേ ഹീറോ ഇൻ ദ സൊസൈറ്റി ബട്ട് സീറോ അറ്റ് ഹോം ആൻഡ് ഹീറോ ഇൻ ദ സൊസൈറ്റി എന്നാണ്. സമൂഹത്തിൽ വലിയ ഹീറോയാണ്, പക്ഷെ വീട്ടിലാകട്ടെ വെറും സീറോയാണ്. നമ്മൾ വീട്ടിലും ഹീറോയാകണം. മക്കൾക്ക് നമ്മളായിരിക്കണം ഒരു ഹീറോ. വാപ്പയെ പോലെ, വാപ്പക്ക് പറയാൻ പറ്റും, നമ്മൾ പറയണ്ട, എന്നാലും പറയാൻ പറ്റുന്ന ഒരു പദം ഏതാണെന്നറിയോ? സഹാബാക്കൾ മക്കളോട് പറഞ്ഞിരുന്ന പദം കൂനു മിസ്ലന, നീ എന്നെ പോലെയിക്കോ എന്നാണ്. മക്കളെ നോക്കിയിട്ട് പിതാവിന് പറയാൻ പറ്റുന്ന പദം നീ എന്നെ പോലെ ആകു എന്നാണ്. നിങ്ങൾ ഞങ്ങളെ പോലെ ആയിക്കോളൂ. അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മൾ അങ്ങനെ പറയാൻ പഠിക്കണം. നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. വാപ്പയൊരു ഹീറോ ആയിട്ട് കാണണം. അതിനൊരുപാട് വിദ്യാഭ്യാസം വേണമെന്നല്ല പറയുന്നത്. പകരം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? മക്കൾക്കൊരു കോൺഫിഡൻസ് ആണ്. മക്കൾക്ക് ഉപ്പയെ പോലെ ആകണമെന്ന മോഹം വിദ്യാഭ്യാസത്തിൽ എന്നതല്ല, പകരം ആ ഒരു സ്നേഹം, ആ ഒരു ലാളിത്യം, ആ ഒരു ഇഷ്ടം അത് മക്കൾക്ക് കൊടുക്കലാണ്. ഉമ്മമാരോട് മക്കൾക്ക് വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകണം. ഉമ്മമാർ അവരുടെ തട്ടിലും വാപ്പയുടെ തട്ടിലും എന്നൊരു തോന്നലേ കുടുംബത്തിൽ ഉണ്ടാക്കരുത്. ഇന്ന് കുടുംബത്തിൽ ആ യൂണിറ്റി നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ കാരണം ഉമ്മാരും മക്കളൊക്കെ ഒന്ന്, വാപ്പ ചിലപ്പോൾ ഇങ്ങനെ പുറത്ത്. ഈ കുടുംബത്തിൽ ഉണ്ടാവൂല കേട്ടോ, കാരണം എനിക്ക് ഇവിടുന്ന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ന് വാപ്പ ഒരു തട്ടിലും ഉമ്മമാര് വേറൊരു തട്ടിലുമാണ്. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന്, ഞാൻ ഒരുപാട് കൗൺസിലിംഗ് എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. ഇപ്പൊ ആരും വരണ്ടാന്ന് ഞാനിങ്ങനെ പ്രസംഗത്തിൽ പറയലാണ്, ദയവേത് എന്നെ കൗൺസിലിങ്ങിന് വിളിക്കരുത് എന്ന്. എന്നാലും എൻ്റെ അസിസ്റ്റന്റുമാർ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറയുന്ന ആ കേസ് സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ വരെ എന്താണ്, ഞാനിപ്പോൾ ഒരു അഡ്വൈസ് പറയാം, ഫാറൂഖ് സാബൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നാലും ഒരു അഡ്വൈസ് പറയാ, മക്കളെ നേരിട്ട് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കരുത്. മക്കളെ നേരിട്ട് എൻട്രി ചെയ്യിപ്പിച്ച ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ എനിക്കറിയാം. മക്കൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ കൊണ്ടുപോയിട്ടിട്ട് 1 വർഷത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് ടൈമിങ്, എന്താണ് സ്ട്രാറ്റജി, എന്താണ് HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ, ഇതൊക്കെ അവിടുന്ന് പഠിച്ച് അവൻ ആ ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പ്രൊഫഷണലിസം നമ്മളെ കമ്പനിയിലുണ്ടാവും. അല്ലെങ്കിൽ അവനങ്ങോട്ട് കയറി ഇരിക്കുക ചെയർക്ക്, ഇതിൻ്റെ അപ്പാൻ്റെതാണ്. എന്നിട്ട് അവിടെ അത്രയും കൊല്ലത്തെ HR മാനേജർ ഉണ്ടാവും. അയാളെ വിളിച്ചിട്ട് പറയും, HR ഇങ്ങനൊന്നുമല്ല. അവൻ ചിലപ്പോൾ ഒരു UK ഒരു BBA MBA കഴിഞ്ഞിട്ടുണ്ടാവും. ആ തിയറി അല്ല ബിസിനസ്. ബിസിനസ്സിന് അതിൻ്റെ പൊള്ളലുണ്ട്, ബിസിനസ്സിന് അതിൻ്റെ വേദനയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പോലും ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുന്നതിന് മുമ്പേ ചില ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം. നിങ്ങൾ ഇന്നാൾ കണ്ടില്ലേ, വലിയൊരു പൈസക്കാരൻ എറണാകുളത്തൊരു സ്ഥലത്തേക്ക് ഒരു മോനെ വിട്ടിട്ട് പിന്നെ മോൻ വന്നത് വലിയ എന്തൊക്കെ സമ്മാനം കൊടുക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വാപ്പ വേറെയാകുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പറ്റണം. ഞാൻ ഇന്നാളെ ഏതോ ഒരു കാവ്യശകലം വായിച്ചു. എനിക്ക് സുന്ദരമായി തോന്നിയത്, അതില് ഉമ്മയെക്കുറിച്ച് എഴുതിയ കവിതയിലെല്ലാം ഉമ്മ തിരഞ്ഞത് ബാപ്പയുടെ പേരായിരുന്നു. എന്ത് രസമുള്ള വരികയെന്നറിയോ?
മകൻ ഉമ്മനെ കുറിച്ച് എഴുതിയതാണ്. ഭയങ്കര രസകരമായി എൻ്റെ ഉമ്മ എന്ന കവിത ഉമ്മനെ കുറിച്ച് ഇങ്ങനെ എഴുതിയതാണ്. ഉമ്മ കവിത ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ കണ്ണുകൊണ്ടറിയാതെ തിരയുന്നതെല്ലാം ബാപ്പയുടെ പേരാണ്. കാരണം ബാപ്പയുടെ പേരില്ലാത്തൊരു കവിത എന്നെ കുറിച്ച് എഴുതണ്ടാന്ന്. ഓരോ സ്ത്രീയും തൻ്റെ പുരുഷനെ അങ്ങനെ സ്നേഹിക്കണം. ഓരോ സ്ത്രീയും തൻ്റെ പുരുഷനെ അങ്ങനെ സ്നേഹിക്കണം. തിരിച്ചങ്ങട്ടും അങ്ങനെ തന്നെ. ഈ ലോകത്തിലെ അവസാനത്തെ സ്പീച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രഭാഷണം, അതിലെ ലാസ്റ്റ് സ്പീച്ച് ഓഫ് പ്രൊഫറ്റ്ഹുഡ്, പ്രവാചകത്വത്തിന്റെ അവസാനത്തെ സംസാരമാണ്. വിശ്വാസമ്മയുടെ മാത്രം അവസാനത്തെ സംസാരമല്ല, ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് ഫ്രം ആഡം ടു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെ പ്രസംഗത്തിന്റെയും കൺക്ലൂഷനാണ്. ആ പ്രസംഗത്തിന്റെ ലാസ്റ്റ് പാർട്ട് എന്തൊക്കെ പറയാനുണ്ടാകും, ഒരു അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ പാർട്ടിൽ എന്തൊക്കെ പറയാനുണ്ടാവും. എന്നിട്ടും പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നറിയോ? നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ ഭാര്യമാരോട് മോശമായി പെരുമാറരുത് എന്ന്, അവർ പാവങ്ങളാണ് എന്ന്, അവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന്. ഇതാണ് കൺക്ലൂഷന്റെ, അതിന്റെ അവസാനത്തെ ഞാൻ വിടവാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ തൊട്ടു മുമ്പുള്ള മെസ്സേജിന്റെ ലാസ്റ്റ് ഭാഗം അതാണ്. The last part of the last message, the last messenger. അത്രമാത്രം സ്ത്രീകളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയെല്ലാം ചെയ്തു കൊടുക്കണമെന്നും അവരെ ആദരിക്കണമെന്നും പഠിപ്പിച്ചു. എന്നിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലാണെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വളരെ മനോഹരമായി സ്നേഹത്തോടു കൂടി നിൽക്കണം. ഞാൻ പറയുന്നത് വിശ്വാസമ്മയുടെ സുന്നത്ത് എന്താണെന്നറിയോ? തള്ളികയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു ചപ്പാത്തി കഷ്ണം എടുത്തിട്ട് ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതിനെ മക്കൾ കാണണം. ഉമ്മയും ഉപ്പയും ഇത്രമാത്രം സ്നേഹത്തിലാണ് എന്ന് മക്കൾ പഠിക്കണം, മക്കൾക്കും കൊടുക്കണം. അങ്ങനൊരു സുന്ദരമായൊരു ലോകം നമ്മുടെ വീട്ടിൽ നമ്മൾ തീർക്കണം. ആരെങ്കിലും നമുക്ക് അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. ചില സ്ത്രീകൾക്ക്, ചില പുരുഷന്മാർക്കും രണ്ടുപേർക്കും അതിഥികൾ വരുന്നത് ഇഷ്ടമല്ല. അവരിങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്നത് ഇഷ്ടം. അതിഥികളൊക്കെ വരാനല്ലേ നമ്മുടെ വീടൊക്കെ എത്ര, ഈ ഇവിടെ വരുമ്പോഴൊക്കെ ഫാറൂഖ് സാഹിബ് വീട്ടിലേക്ക് ക്ഷണിക്കും. ചിലപ്പം ചെമ്മീൻ ഫാക്ടറിക്ക് എന്നാൽ കുറേ മുമ്പാണ്, നമ്മൾ വലിയ പരിചയമില്ല. അതൊരു രസമാണ്. എല്ലാവരെയും അടുത്ത് ഇതപ്പം എൻ്റെ സുഹൃത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചത് ഇവരുടെ മകൻ കല്യാണം കഴിച്ചതിൻ്റെ ആ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ, ആളുകൾ വരുമ്പോ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവണം. ചില ആൾക്കാർക്ക് സ്നേഹിതന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാ? ഭാര്യ പറയും ചിലപ്പോ, എന്ത് നിങ്ങൾക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, ഞാനിവിടെ ചായ ഉണ്ടാക്കി കുടുങ്ങുകയും ചെയ്ത് എന്നൊക്കെ പറയും. ജീവിതം തന്നെ പോയില്ലേ? നമ്മൾ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്, നമുക്ക് കൂട്ടുകാർ വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താ? ഫാമിലിയോടൊപ്പം ഫാമിലി മാനായി നമ്മൾ ഉണ്ടാകണം. ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ എന്താക്കണം? ഫ്രണ്ട്സ് മാനായിട്ട് ഉണ്ടാകണം. നമുക്ക് നല്ല സുഹൃത്തുക്കൾ വേണം. സുഹൃത്തുക്കളില്ലെങ്കിൽ ആകെ തകർന്നു പോകും. ഇപ്പം എന്തെങ്കിലും പ്രയാസം വന്നാൽ ആദ്യം ഓടി വരല ആരാ? നിങ്ങൾ പറ. കുടുംബത്തേക്കാൾ ഒരു പക്ഷേ വേഗം ഓടി വരല് കുടുംബം എന്ന് പറയുന്ന അതുണ്ടെങ്കിൽ പോലും സുഹൃത്തുക്കളായി നടക്കുന്നവരാണ്. നിങ്ങൾ എപ്പോഴും നോക്കിക്കോ, കൂടെ നടന്നിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ ചങ്കായി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സാണ് നമുക്ക് എപ്പോഴും ഉപകരിക്കുക കൂടുതലും. അവിടെ നമുക്ക് സുഹൃത്തുക്കളായ ആൾക്കാർ വേണം. ഞാൻ നെഗറ്റീവ് പറയല്ല. പീഡികക്കൊലയിൽ നിന്നിട്ട് വർത്താനം പറയുന്ന കുറെ സുഹൃത്തുക്കൾ കണ്ടിട്ടില്ലേ? ഈബത്തിന് മീമത്തൊന്നും പറയരുത് എന്നുള്ളൂ. അങ്ങനെ വയസ്സായ ആൾക്കാർ, അവർക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവുന്ന സൈക്കോളജിയുടെ ഭാഷ ഞാൻ പറഞ്ഞത്. കാരണം അവരെപ്പോഴും സുഹൃത്തുക്കളോടൊപ്പമാണ്, എപ്പോഴും ഇങ്ങനെ തമാശയും പറഞ്ഞ് കളിചിരിയും പറഞ്ഞ്. അതല്ലാതെ 56-ാമത്തെ വയസ്സിൽ പെൻഷനും പറ്റി വീട്ടിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കും പ്രഷറൊക്കെ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി. ഒറ്റയ്ക്കിരിക്കുന്നവർക്ക് എല്ലാ സുഖം വരും. കാരണം ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സന്തോഷത്തിന്റെ നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജമാണത് ഓക്സിറ്റോസിൻ. അത് സുഹൃത്തുക്കളോടൊപ്പം നടന്നാൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം, ജേർണി വിത്ത് ഫാമിലി, ജേർണി വിത്ത് ഫ്രണ്ട്സ്, ജേർണി വിത്ത് സ്പിരിച്വാലിറ്റി, അഥവാ ആത്മീയപരമായ യാത്രയുണ്ട്. അത് നിങ്ങൾ ഉംറ, ഹജ്ജ് അങ്ങനെയുള്ളതും അതിന് പുറമെയുള്ള യാത്രകളുണ്ട്. അപ്പൊ ജേർണി വിത്ത് സ്പിരിച്വൽ, നമ്മുടെ ആത്മാവുമായിട്ടുള്ള ഒരു യാത്രയാണ്. ജേർണി വിത്ത് മീ, എന്നോടൊപ്പമുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമുള്ള യാത്ര ഉണ്ട്. ഒറ്റയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും പോയിരിക്കുക, ഒറ്റയ്ക്ക് പോയിട്ട് മലയുടെ മേലെ പോയിരിക്കുക. കുറേ ദൂരെ പോയിട്ടൊന്നല്ല, കാശ്മീരിന്റെ കൊന്നെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറയും. നമുക്ക് പറ്റാവുന്നിടത്തത് ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഭയങ്കര രസമായിരിക്കും അത്. മഴ ഒറ്റയ്ക്ക് പോയിട്ട് കൊള്ളുക, ഒരു ബാഗൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ പുറത്തോട്ടിട്ട് ഇങ്ങനെ, അതൊരു രസകരമായ, അതിന് മാനസിക രോഗമൊന്നും പറയാൻ പറ്റില്ല. സുന്ദരമായ, അപ്പോഴാണ് കവിതകൾ ജനിക്കുക, അപ്പോഴാണ് നല്ല ചിന്തകൾ ഉണ്ടാവുക. ഒറ്റയ്ക്കുള്ള യാത്രയും ഉണ്ടാകണം. ഒറ്റയ്ക്കുള്ള യാത്ര അത്ര നല്ലതല്ല, അതവിടെ വേറെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ഒറ്റയ്ക്കൊന്നിരുന്ന് ആലോചിക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കിയിട്ട് പറയായിരുന്നു, എന്നെ അള്ളാഹു പ്രവാചകനാക്കി നിശ്ചയിച്ചില്ലായിരുന്നുവെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിയിട്ട് ഞാൻ എൻ്റെ സമയം കഴിക്കുമായിരുന്നു.
അത്ര സുന്ദരല്ലേ ആകാശത്തെ. ഇപ്പൊ നമ്മൾ അടുത്തെങ്ങാനും ആകാശം കണ്ടിട്ടുണ്ടോ? മേലേക്ക് നോക്കണേ ഇല്ലല്ലോ, അല്ലെ? അങ്ങനെ തന്നെയല്ലേ, ആകാശത്തേക്ക് നോക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ള യാത്രയുണ്ട്. കപ്പിൾസ് ജേണി, ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യനെ മാത്രം കൂട്ടിയിട്ട്, അത് ഭയങ്കര രസമുള്ളൊരു യാത്രയാണ്. ഊട്ടിയുടെ കുന്നിന്റെ മേലെ അങ്ങനെ പോയിരിക്കുക, മക്കളൊക്കെ ഏട്ടത്തിയുടെ വീട്ടിലേക്ക്. ആ ഏട്ടത്തി പോകുമ്പോൾ ഏട്ടത്തിയും ഭർത്താവും കൂടി പോകുമ്പോൾ നമ്മളെ വീട്ടിൽ അവിടുത്തെ കുട്ടികളുണ്ടാവുക. അവിടെ ആക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് ആ ഊട്ടിയുടെ കുന്നിന്റെ മേലെ പോയിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞതും അങ്ങനെ നമ്മൾ ജീവിച്ചതും മക്കളുണ്ടായതും കഥക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഭയങ്കര രസമാണ് കപ്പിൾസ് ജേണി. കപ്പിൾസ് ജേണി, ഭാര്യ ഭർത്താവ് ഒന്നിച്ച് മാത്രമുള്ള യാത്ര. കാരണം നമ്മൾ മക്കളെയും കൊണ്ട് പോകുമ്പോൾ, മക്കളിനോട് ദേഷ്യപ്പെടരുത് കേട്ടോ, നമ്മൾക്കൊരു പ്രകൃതം മക്കളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരും. ഒരു ആട്ടിടയന്റെ പണി നമുക്ക് ഉണ്ടാവുക. ആട്ടിടയൻ ആട്ടും പറ്റത്തിൽ നിന്ന് ഒരാൾ എങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സമയത്ത് ഭാര്യ ഭർത്താവ് ഒന്നിച്ചിട്ടുള്ള റൊമാൻറ്റിക് മൂവ്മെന്റ്സ് ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കപ്പിൾസ് ജേണി എന്ന് പറയുന്നത്. പിന്നെ ബിസിനസ്സുകാരായ ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇവൽക്കൊക്കെ ചെറിയ പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. നമ്മുടെ ഉപ്പാക്കൊരു ചെറിയ പാർട്ട്ണർഷിപ്പ്, ഉമ്മാക്കൊരു ശതമാനമെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ്, അതേമാതിരി ഭാര്യയ്ക്കും ചെറിയൊരു ശതമാനമെങ്കിലും പാർട്ട്ണർഷിപ്പ്. കാരണം അവർക്കും കുറെ ആൾക്കാർക്കൊക്കെ കൊടുക്കാണ്ട്, നിങ്ങൾക്ക് മാത്രമല്ലോ കൊടുക്കാനുള്ളത്. നമ്മുടെ ഉപ്പാക്ക് ഇങ്ങനെ കൈ നീട്ടുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പയാക്കി നമ്മുടെ ഉപ്പയെ മാറ്റുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ മഹല്ലിലോ മറ്റുള്ളിടത്തോ എന്തെങ്കിലും സംഭാവന എഴുതുമ്പോൾ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പയുടെ പേരിൽ എഴുതുക. മകൻ എത്ര സമർത്ഥനാണെങ്കിലും ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 1,00,000 രൂപ നിങ്ങൾ എഴുതുമ്പോൾ എൻ്റെ ഉപ്പാന്റെ പേരെഴുതുക, നിങ്ങളുടെ ഉപ്പാന്റെ പേരെഴുതുക. അതിലെങ്കിലും ഉപ്പമാര് വല്ലാണ്ട് ആനന്ദിക്കട്ടെ, ആ ഒരു ആത്മബോധത്തോടു കൂടി അവർ നടക്കട്ടെ. അങ്ങനെ സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ നമ്മുടെ കുടുംബം ഉണ്ടാകട്ടെ. മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുക, അടിപൊളിയാക്കിയിട്ട് വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകും. ഇനി എന്തെങ്കിലും നിങ്ങളുടെ കുടുംബ സംഗമം എടയപ്പറമ്പിൽ മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ പരിപാടി നടക്കുമ്പോൾ ഇവിടെ വന്ന് ആദരം വാങ്ങിക്കേണ്ടത് നമ്പർ 1 ആലിമീങ്ങളും ഹാഫിളീങ്ങളും മുഫ്തികളും ഒക്കെയാണ്. നമ്പർ 2 ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യല, എന്നാലും അവരൊക്കെയാണ്. അതിനും അപ്പുറത്തേക്കുള്ള ആളുകൾ, അഥവാ ഈ ഡോക്ടേഴ്സിനേക്കാളും അപ്പുറത്തുള്ള കളക്ടേഴ്സും ഒക്കെയാണ്. എന്നാൽ ഇനി ഇവിടെ വന്ന് വാങ്ങിക്കേണ്ടത് ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോയിട്ടുള്ള ആളുകളൊക്കെയാണ്. അവർ കയറി വരട്ടെ. ഈ വരാന്തയിലൂടെ ഇവിടെ വന്നിട്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും PG കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ വന്നിട്ട് ഇവിടെ സംസാരിക്കട്ടെ. കാരണം അവിടെ പോയിട്ട് PG കഴിഞ്ഞിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്ന അംബേദ്കറാണ്, ഡോക്ടർ അംബേദ്കറാണ്. മറ്റൊന്ന് അവിടെ പോയി പഠിച്ചത് ഡോക്ടർ KR നാരായണനാണ്. അവർ പോയി പഠിച്ച ക്യാമ്പസിൽ നമ്മുടെ കുട്ടികളും പോട്ടെ. 5 പൈസ ഇല്ലാതെ പോകാട്ടോ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. കോഴിക്കോട്ട് നിന്നൊരു കുട്ടി പോയിട്ടുണ്ട്, തിരൂരിൽ നിന്ന് MES നിന്നൊരു കുട്ടി പോയിട്ടുണ്ട്. അവിടെ പോയിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 5 നയാ പൈസ കൊടുക്കാതെ ടിക്കറ്റിന്റെ പൈസ പോലും യൂണിവേഴ്സിറ്റി വാങ്ങിക്കൊണ്ടാണ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എഴുതിയ കുട്ടികളെ കൊണ്ടുപോകുന്നത്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ പെട്ടതാണ്. അതിന്റെ ടെസ്റ്റുകളൊക്കെ ഇവിടെ നടക്കണം. ഈ ട്രസ്റ്റിന്റെ പേരിൽ നടക്കണം. അങ്ങനെ എല്ലാ രാജ്യത്തും പോയിട്ട് മനുഷ്യരെ മനസ്സിലാക്കുന്ന, നന്നായിട്ട് നമുക്ക് ഉപകാരം ചെയ്യുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകട്ടെ. മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ, അതിന് അടിവരയിടാണ്, മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ. അങ്ങനെ ഈ കുടുംബം വീണ്ടും ഏറ്റവും ശക്തമായി മുന്നേറട്ടെ. ദീനിൽ ചാലിച്ചുകൊണ്ട്, സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ട്, അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അതിമനോഹരമായി വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിലേക്ക് കയറി നമ്മുടെ ഈ മനുഷ്യരെയെല്ലാം സ്നേഹിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും. നിങ്ങളിപ്പോൾ ഇവിടെ ഒരുപാട് വീട് വെച്ചു എന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും, ഞാൻ അവസാനിപ്പിക്കുന്നു, ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും ഒരു പക്ഷേ എന്നും വീടാകാത്ത ഒരു പാവം പെൺകുട്ടിയെങ്കിലും, ഒരു പക്ഷേ വിധവയായിരിക്കാം. ഞാൻ ഉദാഹരണം പറയാണ്. ആ കുട്ടിയെ കണ്ടെത്തി എല്ലാവരും കൂടി നല്ല രീതിയിൽ അതിനൊക്കെ ആക്കി നിങ്ങളെല്ലാവരും അതിന്റെ ഹൗസ് വാമിങ്ങിന് പോകണം. ഹൗസ് വാമിങ്ങിന് അന്ന് അവിടെ ബിരിയാണി വെച്ച് തരാൻ ആ പാവത്തിന് കഴിയില്ല. പക്ഷേ പച്ചവെള്ളമോ അല്ലെങ്കിൽ നാരങ്ങാ വെള്ളമോ കുടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് പാവം കുട്ടികളാ ഉമ്മയെ കണ്ടിട്ട് ഇങ്ങനെ നോക്കട്ടെ, ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്കൊരു അത്താണിയായി മാറിയെന്ന്, ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകിയെന്ന്. ആ കുട്ടികളുടെ കണ്ണീര് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തോടെയുള്ള നോട്ടം നിങ്ങൾക്ക് ഉദാത്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാകട്ടെ. അതുവഴി അള്ളാഹുവിന്റെ അർശ് കിലുങ്ങി അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന അർത്ഥത്തോടെ മനുഷ്യരെ സ്നേഹിക്കാനും സ്നേഹിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് പറ്റണം. അങ്ങനെ ഒരു കുടുംബമായി എല്ലാവരെയും സ്നേഹിക്കുകയും, ഈ കുടുംബത്തിൽ ഒരാൾക്കും വീടില്ലാതെ ഉണ്ടാകരുത്, ഈ കുടുംബത്തിൽ വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലാതെ ഒരാളും ഉണ്ടാകരുത്, ഈ കുടുംബത്തിൽ ഞാൻ പറയുന്നു വഴികെട്ട് പോകുന്ന ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ഉണ്ടാകരുത്. പ്രണയം എന്ന പേരിലോ ടെക്നോളജി എന്ന പേരിലോ ലിബറലിസം എന്ന പേരിലോ വേറെ എന്തെങ്കിലും പേരിലോ ഒക്കെയായി, ലെസ്ബിയൻസോ മറ്റോ ഒക്കെയായി
ഒരു കുടുംബത്തിലെ ഒരു കുട്ടി പോലും ഈ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഇന്ന് കെടുതിയായി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പേമാരി പോലെ പെയ്തിറങ്ങുന്ന, അല്ലെങ്കിൽ ശീൽക്കാരം പോലെ വീശിയടിക്കുന്ന ഒരൊറ്റ ദുരന്തത്തിൽ പോലും നമ്മുടെ ഈ കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കരുതലായി നിങ്ങൾ മുന്നോട്ട് പോവുക, വീണ്ടും ആർജവത്തോടെ മുന്നോട്ട് പോവുക. അങ്ങനെ ഈ കുടുംബത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന അർത്ഥത്തിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാല്, പണ്ഡിതന്മാരൊന്ന് എഴുന്നേറ്റ് നിൽക്കണ്ട, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ഇൻഷാ അല്ലാ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക നിങ്ങൾ. അപ്പുറത്തെ സ്ത്രീകൾ എഴുന്നേറ്റ് ഞങ്ങളാരും അങ്ങോട്ട് നോക്കുന്നില്ല. അടുത്തുള്ള ആൾക്കാർക്കൊന്ന് കൈയെടുത്താട്ടെ, 4 ഭാഗത്തേക്കും. ഈ പറയുന്നത് പോലെ 4 ഭാഗത്തേക്കൊന്ന് കൈയെടുത്തോളി. അതൊക്കെ ഇപ്പൊ എന്തിനാ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുക. ആണ്ട് കൊടുത്തേക്ക്. അങ്ങനെയൊക്കെ തന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹത്തോടെ, മൂല്യത്തോടെ, ഏറ്റവും വലിയ ആധിക്യത്തോടെ, പാരസ്പര്യത്തോടെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമ്പർക്കത്തിലൂടെ, അതിമനോഹരമായ മൂല്യത്തിലൂടെ വീണ്ടും മുന്നോട്ട് കുതിക്കുമെന്ന ഉറപ്പോടെ ഈ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.